അപ്പോൾ നിങ്ങൾക്കെല്ലാം നല്ല സുപരിതമായ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം അല്ലേ? യഹോവ. അപ്പം നമുക്ക് ചേർന്നൊന്ന് വായിക്കാം ആ സങ്കീർത്തനം അല്ലേ? ചേർന്ന് ഒന്നിച്ചൊന്ന് വായിക്കാം. കമോൺ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനടുത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിയുടെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ അനുഭവം ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ 23-ാം സങ്കീർത്തനത്തിൽ ഈ തിയോളജിയന്മാരുടെ ഇടയിലുള്ളൊരു വലിയ പ്രശ്നം ഈ സങ്കീർത്തനക്കാരൻ പരിഹരിക്കുന്നുണ്ട്. അത് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങുന്ന കാലങ്ങളിൽ ഈ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളിൽ ഈ കഷ്ടതയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രൂശുമായി ബന്ധപ്പെട്ട് കർത്താവിന് വേണ്ടി അപമാനങ്ങൾ, നിന്ദകൾ, ഇങ്ങനെയുള്ള കഷ്ടതകളെല്ലാം സഹിക്കുന്നത് ഒരു ഭാഗ്യം എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം മേഖലകളിൽ സന്യാസി സമൂഹങ്ങൾ തന്നെ ദേവദാസന്മാരായിട്ട് എല്ലാം ത്യജിച്ച് കഷ്ടത മാത്രം അതാണ് ആത്മീയത എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. കുറേ കഴിഞ്ഞപ്പോഴേ ഒരു 80 കാലങ്ങളിലേക്കൊക്കെ വന്നപ്പോഴേ ഇവിടെ ഈ ചിന്തകൾക്കൊരു മാറ്റം വന്നിട്ട് ഈ സമൃദ്ധിയുടെ സുവിശേഷം എന്ന് പറയുന്ന ഒരു സുവിശേഷം വ്യവഹരിക്കാനായി തുടങ്ങി. അതിലും ന്യായമുണ്ട്. അപ്പം ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ഉയർത്തുന്ന ദൈവമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കടം മേടിക്കാൻ ഇടയാകുകയില്ല, കടം കൊടുക്കുന്നവരാകും എന്നുള്ളൊരു ചിന്ത സമൃദ്ധിയുടെ ഒരു സുവിശേഷം. എന്നിട്ട് ഈ 2 ഗ്രൂപ്പുകളും കൂടി തമ്മിൽ ഇങ്ങനെ പ്രസംഗവേദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡിക്കുന്ന ഒരു കാലഘട്ടങ്ങളും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കൂട്ടരും പറഞ്ഞ ശരിയാണ്, പക്ഷേ അത് ബാലൻസ് ചെയ്യണമെന്ന് മാത്രം. ഇവിടെ നോക്കിയേ, 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ആ സമൃദ്ധിയുടെ അനേക കാര്യങ്ങൾ കാണാം നമുക്ക്. ഒന്ന്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ തന്നെ ഒരു സമൃദ്ധിയുടെ അനുഭവമാണ്. അതല്ലേ വാസ്തവത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നന്മകളെല്ലാം സ്വർഗത്തിലെ ദൈവം തന്നതല്ലേ? ഇന്നുള്ള നമ്മുടെ സമൃദ്ധിയും ഉയർച്ചയും എല്ലാം ദൈവം നൽകിയതല്ലേ? ഈ ദൈവത്തെ സേവിക്കുന്നവർക്ക് അവൻ സമൃദ്ധി നൽകുന്ന ദൈവം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ പ്രസംഗങ്ങളെ ഈ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം എടുത്ത് ആരും ദുരുപയോഗം ചെയ്യരുത്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇത് മുഴുവൻ ആയിട്ട് കാണിക്കണം, ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ വേറെ പ്രശ്നം ഉണ്ടാകും. എന്നാൽ നോക്കിക്കേ, അങ്ങനെ തന്നെ പറയുമ്പോൾ തന്നെ ഇവിടെ നോക്കിക്കേ, കൂരിൽ താഴ്വരയിലൂടെ നടന്നാലും. അപ്പോൾ ഒരു ഭക്തന് കൂരിലിൻ്റെ അനുഭവം ഇല്ലേ? ഉണ്ട്. 5-ാം വാക്യം, എൻ്റെ ശത്രുക്കൾ കാണുക. അപ്പോൾ ദൈവഭക്തന് എന്തുണ്ട്? ശത്രുക്കളില്ലേ? ചുരുക്കി പറഞ്ഞാൽ സമൃദ്ധിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ചിന്തയിൽ പൗലോസ് കണക്ട് ചെയ്യുന്നൊരു ഭാഗമുണ്ട്. എനിക്ക് സമൃദ്ധിയിലിരിക്കാനും അറിയാം, ദാരിദ്ര്യാവസ്ഥയിലിരിക്കാനും അറിയാം. കട്ടിലുണ്ടെങ്കിൽ ഞാൻ കട്ടിലിൽ കയറി കിടന്ന് സുഖമായി ഉറങ്ങും. കട്ടിലില്ലെങ്കിൽ പരാതി പറയാതെ താഴെ കിടക്കും. രണ്ടും ദൈവം തരുന്നതായി കാണും. ഇതാണ് പുതിയ നിയമത്തിന്റെ തിയോളജി. അതിനെ കണക്ട് ചെയ്യുന്നതാണ് ഈ 23-ാം സങ്കീർത്തനം. ഈ 23-ാം സങ്കീർത്തനത്തിലെ ഇടയൻ ആടിനെ കൊണ്ടുപോകുന്നത് ആലയത്തിലേക്കാണ്. എല്ലാ ആട്ടിടയന്മാരും ആടുകളെ കൊലക്കളത്തിലേക്ക് കൊടുക്കും. അവസാനം കശാപ്പുകാരൻ കൊണ്ടുപോകും. അപ്പൊ ആടിന് പുല്ല് കൊടുക്കുന്നതും ആടിന് തീറ്റ കൊടുക്കുന്നതും എല്ലാം അതാണ്. ഞാനൊരിക്കൽ കോഴഞ്ചേരിയിൽ അവിടെ ഒരു പാലമുണ്ട്, തണങ്ങാടി പാലം എന്ന് പറയുന്നൊരു പാലം. ഒരു രാവിലെ 5-5:30 കാണും. ഞാൻ കുഴിക്കാലയിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. ഞാനൊരു സ്കൂട്ടറിൽ പോകുമ്പോൾ ആട് കരയുന്ന ശബ്ദം. അപ്പം എനിക്ക് എൻ്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ, പഴയ പേര്. അപ്പം ഈ മൃഗങ്ങളൊക്കെ കരഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമാണ്. അപ്പം ആട് കരയുന്ന ശബ്ദം കേട്ടു. ഞാൻ എളുപ്പം സ്കൂട്ടർ നിർത്തി, നല്ല ചെറുതായിട്ട് വിട്ടുള്ളൂ, ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ഒരു തോടാണ്. അവിടെ ഒരു മനുഷ്യനുണ്ട്, ഒരു ആടിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക.
അപ്പം ഞാൻ ഓർത്ത് എത്ര നല്ല ഇടയൻ, ഈ രാവിലെ അതിന് കൊടുക്കുന്നല്ലോ വെള്ളം. അപ്പോൾ ആടിനത് വേണ്ടെങ്കിലും ഇത് പിടിച്ച് നിർബന്ധിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു സാധനം കൊണ്ട് വായിക്കാതെ തൊഴിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായത് അന്ന് കോഴഞ്ചേരിയിൽ ആട്ടുചന്തയാണ്. അപ്പം ഇതിന് വെള്ളമൊക്കെ കൊടുത്ത് വയറെല്ലാം ശരിയാക്കി വിൽക്കാൻ കൊണ്ടുപോവുക പുള്ളി. എവിടെ? ചന്തയിലേക്ക്. കശാപ്പുകാരൻ്റെ കയ്യിൽ കൊടുക്കാനാണ് ഈ വെള്ളം. അത് എത്ര സ്നേഹമുള്ള ഇടയനാണെങ്കിലും അതാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഇടയൻ ആടിനെ കശാപ്പ് ശാലയ്ക്ക് കൊടുക്കുകയില്ല, ദുഷ്ടന്റെ കയ്യിൽ കൊടുക്കുകയില്ല. അവൻ തന്റെ ആലയത്തിൽ കൊണ്ടുവരും. എത്ര നല്ലൊരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, എത്ര നല്ലൊരു കർത്താവിനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഈ നല്ല ഇടയൻ നിനക്ക് പച്ചപ്പുല്ല് തരുന്നത്, നിനക്ക് വെള്ളം തരുന്നത്, നിന്നെ വിൽക്കാനല്ല, നിന്നെ കൊല്ലാനല്ല, ആലയത്തിലെത്തിക്കാനാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആലയം എന്താണ്? ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ ദീർഘകാലം വസിക്കുന്ന ആയുസ്സാണോ ഏറ്റവും വലിയ കാര്യം? നമ്മളെല്ലാം ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ പ്രാർത്ഥിച്ചൊന്നും തെറ്റൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പറയാം, നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഇല്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: കർത്താവേ, നാളെ കഴിഞ്ഞ് ഞാൻ മുഖാന്തരം ഒന്നുമില്ലാതെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും അടിമയിൽ ആർക്കും വേണ്ടാതെ കേരളത്തിൻ്റെ കിഴക്കേറ്റത്ത് കൊച്ചറയിൽ ഒരു കുഗ്രാമത്തിൽ കിടന്ന ഗോപാലകൃഷ്ണ എന്നെ ഇത്രയും ഉയർത്തിക്കൊണ്ടുവന്ന എൻ്റെ കർത്താവിന് നാളെ കഴിഞ്ഞൊരു അപമാനം ഞാൻ മുഖാന്തരം ഉണ്ടാകുമെങ്കിൽ നാളത്തെ പ്രഭാതം എന്നെ കാണിക്കരുതേ എന്നാണ് ഞാനെന്നും പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാളെ തന്നെ എന്നെ തട്ടിക്കളയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കണമെന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ദീർഘായുസ് എന്ന് പറഞ്ഞാൽ എന്താ? ആദാമൊക്കെ ജീവിച്ചിരുന്ന എത്ര വയസ്സ് നോക്കിയപ്പോൾ ഇപ്പം 100 ആദാമിൻ്റെ മുമ്പിൽ വല്ലതും ഉണ്ടോ? എന്താ ഈ ദീർഘായുസ് എന്ന് പറഞ്ഞാൽ? ദീർഘായുസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു 100 വയസ്സ് ദീർഘായുസാണല്ലേ. അപ്പം ദീർഘായുസ് ആലയത്തിൽ പാർക്കുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ആലയത്തിൽ ആരെങ്കിലും പാർത്തിട്ടുണ്ടോ? മോശ അങ്ങനെ താമസിച്ചിട്ടുണ്ടോ? 120 വർഷം പുള്ളി ജീവിച്ചു, എങ്കിലും 120 വർഷം ഒരു ദീർഘായുസാണോ? ശലോമോൻ ദേവാലയം പണിതു, എന്നിട്ട് അയാൾ അങ്ങ് ഒത്തിരി വർഷം ജീവിച്ചോ? സെരൂബാബേൽ ദേവാലയം പണിതു, ഹേരോദാവ് ദേവാലയം പണിതു അല്ലേ. ഇനി പുതിയ നിയമത്തിൽ സഭയാകുന്ന ദേവാലയം, ഇവിടെ നമുക്ക് പരിചയമുള്ള എത്രയോ പേര് പോയി. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആലയവും ദേവാലയവും ഒന്നും ഈ ഭൂമിയിലെ ആയുസിനെ കുറിച്ചും ഈ ഭൂമിയിലെ ആലയത്തെക്കുറിച്ചുമല്ല. ഒരിക്കലും മരിക്കാതെ എപ്പോഴും ആരാധിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ഒരു ആലയം ഉണ്ടാക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഒരിക്കലും മരിക്കാതെ എന്നും ആരാധിക്കുവാൻ ഒരാലയം നമുക്ക് ദൈവം ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഒരാലയം ഈ ഭൂമിയിലില്ല. ആലയത്തിന്റെ പണി സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു. ഞാൻ ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയത്. ആലയത്തിന്റെ പണി അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലയത്തിന്റെ മനോഹരമായ ചിത്രീകരണമാണ് വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങൾ. അത് നിങ്ങൾ പഠിക്കണം. അതുപോലൊരു ആലയം ഇവിടെ സുരേഷ് ബാബു പാസ്റ്റർ ഒരു വാക്യം വായിച്ചു. ആ വാക്യം ബാബിലോണിൽ നിന്ന് വന്ന പ്രവാസികൾ മേദ്യ പേർഷ്യ സാമ്രാജ്യ കാലയളവിൽ സെരുബാബേലിന്റെ നേതൃത്വത്തിലൊക്കെ പണിത ഒരു ആലയത്തെക്കുറിച്ചാണ്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇറാഖ് കത്തിച്ചു കളഞ്ഞ ദേവാലയം സൈറസിന്റെ കൽപ്പനയാൽ വന്നെങ്കിലും സൻമല്ലത്തും തോബിയാവും ഒക്കെ അവരൊക്കെ ഗവർണർമാരായിരുന്നു. അവരുടെ സ്വാധീനം കൊണ്ട് ആലയം പണി മുടങ്ങി, ഒന്നും ചെയ്യുവാൻ കഴിയാതെ വളരെ വേദനയിൽ പർവ്വത സമാനമായ പ്രശ്നങ്ങളുടെ മുൻപിൽ അവർ വന്നു നിൽക്കുന്ന സമയത്ത്
അവരെ എൻകറേജ് ചെയ്തുകൊണ്ട് പ്രവചിക്കുന്ന 2 പ്രവാചകന്മാരാണ് ഹഗ്ഗായും സക്കരിയാവും. അന്നത്തെ പുരോഹിതനാണ് ജോഷുവ, ഗവർണറാണ് സെരൂബാബേൽ. ആ പശ്ചാത്തലത്തിൽ വായിച്ച വാക്യമാണ് ദേവദാസൻ ഇന്നിവിടെ വായിച്ചത്. ഈ ആലയത്തിന്റെ മനോഹരത്തെ മുൻപിതിനേക്കാൾ അനുഗ്രഹമായി മനോഹരമായി തീരും. എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറും. അങ്ങനെ തന്നെ അതിവിടെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെ തന്നെ അത് ഈ സിറ്റിയിൽ സംഭവിക്കട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കൃപ കൃപ എന്നുള്ള ആണിക്കല്ലോടുകൂടെ അത് പണിതുയരട്ടെ. അവിടെ ആരാധന നടക്കട്ടെ. കർത്താവിന്റെ നാമം ഉയരട്ടെ. അവന്റെ മഹത്വം വെളിപ്പെടട്ടെ. എന്നാൽ അതൊക്കെ താൽക്കാലികമായ കാര്യമാണ്. ഈ ദേവാലയത്തെക്കുറിച്ച്, കർത്താവ് പണിയുന്ന ആ ദേവാലയത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങൾ എഴുതിയിരിക്കുകയാണ്. അന്ന് വായിച്ചു നോക്കണം. അതിൻ്റെ ആ ദേവാലയത്തിൻ്റെ മനോഹാരിത, അതിൻ്റെ മതില്, അതിൻ്റെ വഴി, അതിൻ്റെ ഗോപുരം ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 21:16 വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് ആ ദേവാലയത്തിന് 1200 നാഴിക കണ്ടോ. നഗരം സമചതുരമായി കിടക്കുന്നു. അതിൻ്റെ വീതിയും നീളവും സമം. അളവുകൾ കൊണ്ട് അവൻ നഗരത്തിൻ്റെ അളന്നു. 1200 നാഴിക. 1200 നാഴിക എന്ന് പറഞ്ഞാൽ ഈ ഗ്രീക്ക് ഭാഷയിൽ അത് 12,000 സ്റ്റേഡിയം എന്നാണ്. 12,000 സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ 1378 മൈലാണ് ദേവാലയത്തിൻ്റെ നീളം. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ആരാധിക്കാൻ പോകുന്ന, നമ്മൾ ആരാധിക്കാൻ പോകുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പണിയുന്ന പുതിയ യെരൂശലേമിന്റെ വലുപ്പത്തെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്വപ്നമല്ല, വ്യാഖ്യാനമല്ല. അതിന്റെ അളവെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുക. നേരത്തെ 1300 മൈൽ എന്നൊക്കെ പറഞ്ഞ എന്തുവാ? അപ്പൊ അവിടെ വന്ദേ ഭാരത് ഇട്ടാൽ ഈ ആലയത്തിന്റെ എത്ര മണിക്കൂർ കൊണ്ട് ചെല്ലും? അവിടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ആരാധകരിക്കുകയല്ലേ. ഈ പുതിയ യെരൂശലേം ഒരു പട്ടണമാണ്, കാരണം അവിടെ വിശുദ്ധന്മാരുണ്ട്. പുതിയ യെരൂശലേം ഒരു ആലയമാണ്, അവിടെ കർത്താവ് ഇരിക്കുക. നമ്മളിപ്പം കർത്താവിന് വേണ്ടി പാടുക, പക്ഷെ കർത്താവിടെ അക്ഷരാർത്ഥത്തിൽ ഇരിക്കുക. നിങ്ങളൊന്ന് കണ്ണു നോക്കി, യേശു ഇവിടെ ഇരിക്കുക. ഞാനിവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്ന പോലെ നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. അവിടെ പൗലോസുണ്ട്, പത്രോസുണ്ട്, യോഹന്നാനുണ്ട്. നമുക്ക് മുൻപായി നമ്മളെ വിട്ട് കടന്നുപോയ ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. ഈ ആലയത്തിൽ പ്രവേശിച്ചാൽ പിന്നെ ആർക്കും മരണമില്ല, ക്ഷാമമില്ല, രോഗമില്ല, ദുഃഖമില്ല, രാത്രിയില്ല, പകലില്ല, വിശപ്പില്ല, ദാഹമില്ല. ആർക്കും പിന്നെ പോകണ്ട. കർത്താവിനെ ആരാധിക്കുകയാണ് അവിടെ. ആലയത്തിലേക്കാണ് ഇടയൻ തന്റെ ആടിനെ കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഈ ആട് എത്തേണ്ടതും. അവിടെ എത്തേണ്ടതിന് വേണ്ടിയാണ് ഈ പുല്ലും വെള്ളവും എല്ലാം തരുന്നത്. സ്വത്രം. അതും കഴിച്ചുകൊണ്ട് ഇവിടെ കുരുങ്ങിക്കിടക്കരുത്. നമ്മുടെ ലക്ഷ്യം മുഴുവൻ ആലയമായിരിക്കണം. ഞാൻ 1987 ഈ വേൾഡ് ട്രേഡ് സെന്ററിന്റെ മോളിൽ കയറിയപ്പോഴേ, ഞാൻ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന്, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൊച്ചു ഗ്രമത്തിൽ നിന്ന്, ആ ഗ്രാമത്തിലെ ഏറ്റവും ഒരു കൊച്ചു വീട്ടിൽ നിന്ന്, ഒരു പുല്ലുമേഞ്ഞ വീട്ടിൽ നിന്ന് ആണ് ഞാൻ ഈ വിശ്വാസം. അപ്പം എന്നെപ്പോലുള്ളവർ അന്ന് വേൾഡിലെ ഏറ്റവും വലിയ ഈ കെട്ടിടത്തിന് മുമ്പിൽ നിന്ന് തുള്ളിച്ചാടിപ്പോവും. കാരണം ജീവിതത്തിൽ ഞങ്ങൾ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ അത്രയും വരികയില്ല, കാരണം ഇവിടെ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഓടിട്ട വീടുകൾ തന്നെ വളരെ കുറവാണ് അവിടെ. അപ്പോൾ ഒരു സായിപ്പ് അപ്പം ഈ വലിയ ട്രക്കുകളൊക്കെ ഈ മൻഹാട്ടൻ സിറ്റിയിലെ വെറും തീപ്പെട്ടി പോലെ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ അങ്ങ് ഭയങ്കര ഒരു സായിപ്പ് അവിടെ നിന്ന് സന്തോഷിച്ചുകൊണ്ട് ഷൂളും അടിക്കുകയും ചാടുകയും എന്തൊക്കെയോ ആൾ പറയുകയാണ്. അപ്പം ഞാൻ അയാളുടെ അടുക്കലേക്ക് ചെന്നിട്ട്, അപ്പം സായിപ്പിനോടൊക്കെ നമ്മൾ എങ്ങനെ സംസാരിക്കണം, എനിക്ക് പിന്നെ വലിയ വിവരമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എക്സ്ക്യൂസ് മീ എന്നൊന്നും പറയാൻ ഞാൻ അയാളുടെ തോളിലങ്ങ് തട്ടി. അപ്പോൾ അയാൾ എൻ്റെ മുഖത്തോട്ട് നോക്കി. എനിക്കൊരു ദൂത് പറയാൻ ഇങ്ങനെ കയറി നിൽക്കുക. അപ്പോൾ ഈ എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറഞ്ഞ്
അതിനുള്ള സമയമൊന്നും നമുക്കില്ല. ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇറ്റ്സ് നത്തിങ് ബ്രദർ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ഒരു ഇന്ത്യക്കാരന് അയാളുടെ നാട്ടിലെ ഏറ്റവും വലിയ കെട്ടിടം ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അരിശം വരാതിരിക്കുമോ? അയാൾ അടിക്കുന്നതിന് മുമ്പേ ഞാൻ എളുപ്പം പറഞ്ഞു, കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ യെരൂശലേമിൻ്റെ ഗോപുരം നോക്കിയാൽ ഇതൊന്നുമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം എൻ്റെ ഉള്ളിലെ ഈ പുതിയ യെരൂശലേമിൻ്റെ ഗോപുരം ഇങ്ങനെ നിൽക്കുക. അത് നിന്നതുകൊണ്ട് എനിക്കത് വലുതായി തോന്നിയില്ല. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ കയറേണ്ടത് ഈ ആലയമാണ്. അത് നിങ്ങൾ പഠിക്കണം. അതിൻ്റെ ഗോപുരങ്ങൾ, അതിൻ്റെ വിസ്താരം, അതിൻ്റെ വീതി, അതിൻ്റെ പണി. ഇതാരാണ് പണിയുന്നത്? കേവലം ഒരു ചക്രവർത്തിയല്ല, കേവലം ഒരു പണക്കാരനല്ല. പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരാലയം പണിയുന്നു. കരമടിച്ച് പ്രപഞ്ചത്തിന്റെ ശില്പി ഒരു പട്ടണം പണിയുന്നു. പ്രപഞ്ചത്തിന്റെ നാഥൻ തന്റെ മക്കൾക്ക് വേണ്ടി ഒരു വീട് പണിയുന്നു. അവരെ അവിടെ കൊണ്ടുവന്ന് രാപ്പകൽ ആരാധന നടക്കുന്നു. നല്ല ഇടയൻ തന്റെ ആടുകളെ അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അതാണ് ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അവിടെ മരണമില്ല, അവിടെ രോഗമില്ല, അവിടെ ദുഃഖമില്ല. ഇവിടെ മീകായേലും ഗബ്രിയേലും മാലാകമാരും പൗലോസും പത്രോസും യോഹന്നാനും ലോകത്തിൻ്റെ 5 വൻകരകളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കോടാനുകോടി വിശുദ്ധന്മാരോട് ഒന്നിച്ച് തേജസ്സോടെ, കാണാൻ കഴിയുന്ന കണ്ണുകളോടെ, കേൾക്കാൻ കഴിയുന്ന ചെവികളോടെ, ചിന്തിക്കാൻ കഴിവുള്ള ചിന്താമണ്ഡലത്തോടെ, തിരിച്ചറിയാൻ കഴിയുന്ന രൂപസാദൃശ്യങ്ങളോടെ, അനുഭവിക്കാൻ കഴിയുന്ന സെൻസേഷനുള്ള ശരീരത്തോടെ, അപ്പോൾ തന്നെ മരണമില്ലാത്ത, രോഗമില്ലാത്ത, ദൂതുതുല്യമായ ശരീരത്തോടെ നമുക്ക് വേണ്ടി ബേത്ലഹേമിൽ ജനിച്ച്, നമുക്ക് വേണ്ടി ഗോൽഗോത്തായിൽ മരിച്ച്, നമുക്ക് വേണ്ടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗത്തിലേക്ക് പോയ നമ്മുടെ അരുമനാഥന്റെ മുഖം കണ്ട് നമ്മൾ ആരാധിക്കും. അതിൽ കുറഞ്ഞതൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് സ്നാനപ്പെടണമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അഭിഷേകം പ്രാപിക്കണമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് വേർപെടണമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് വിശുദ്ധിയോട് ജീവിക്കണമെന്ന് പറയുന്നത്. എവിടെ പോകാൻ? ഈ പുതിയ യെരൂശലേമിൽ പോകാൻ, ഈ ആലയത്തിലേക്ക് പോകാൻ. അവിടേക്ക് പോകാനായിട്ട് ചില താഴ്വരകളുണ്ട്. ഒരു പർവ്വതത്തിൽ നിന്ന് നമ്മളൊരു പർവ്വതത്തിലേക്ക് നോക്കുമ്പോൾ ആ പർവ്വതം തൊട്ടുരുമി നിൽക്കുന്ന പോലൊക്കെ തോന്നിപ്പോകും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ താഴ്വര ചിലപ്പോൾ 10, 25, 50 മൈൽ കാണും. പക്ഷെ അകലെ നിന്ന് നോക്കുമ്പോൾ എല്ലാം അടുത്തടുത്തിരിക്കുന്ന പോലെ തോന്നും. അപ്പം സങ്കീർത്തനക്കാരൻ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം താൻ ആലയം കാണുകയാണ്. അവിടേക്ക് താൻ പോകുകയാണ്. അവിടെയാണ്. ഇവിടെ തനിക്ക് ദീർഘായുസ്സുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സ്വന്തം മകൻ പോലും തന്നെ കൊല്ലാൻ ഓടിക്കുക, അബ്ശാലോം. സ്വന്തം അമ്മായിയപ്പൻ പോലും തന്നെ കൊല്ലാൻ നോക്കുകയാണ്. അങ്ങനൊരു പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ദീർഘായുസിലൊന്നും അദ്ദേഹത്തിന് വലിയ വിശ്വാസമില്ല. പക്ഷേ തനിക്ക് വേണ്ടി പണിയുന്ന ആ ദേവാലയത്തിൽ താൻ ആരാധിക്കുന്ന ആ രംഗം താൻ കാണുകയാണ്. പക്ഷേ അവിടെ എത്തണമെങ്കിൽ അത്ര ഈസിയായ കാര്യമല്ല. ഒരു 3-4 താഴ്വരകളുണ്ട്. ആ താഴ്വര ക്രോസ് ചെയ്യണം. ആ താഴ്വര ക്രോസ് ചെയ്താലേ ഈ ആലയത്തിലെത്തൂ. ആ ക്രോസ് ചെയ്യാനുള്ള ബലം കിട്ടേണ്ടതിനാണ് ഇടയൻ പുല്ലും വെള്ളമെല്ലാം തരുന്നത്, തളർന്നു പോകാതിരിക്കാൻ. സ്തോത്രം. ഈ പുല്ല് എന്ന് പറയുന്ന ദൈവവചനം, ഇടയൻ നൽകുന്ന വചനം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ വചനം വായിച്ച് ധൈര്യപ്പെടണം. അല്ലെങ്കിൽ താഴ്വരയിൽ ഇടറിപ്പോകും, മടങ്ങിപ്പോകാൻ തോന്നും, കാലിടറും. ഇടയൻ വെള്ളത്തിന്റെ അരികിലേക്ക് കൊണ്ടുപോകും. പരിശുദ്ധാത്മാവിൽ നിറയണം. ദൈവവചനം പഠിക്കുന്നതും പരിശുദ്ധാത്മാവിൽ നിറയുന്നതും ഇവിടെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല,
ആലയത്തിലെത്താൻ വേണ്ടി കൂടിയാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ ഏതെങ്കിലും കാര്യത്തിന്റെ നേട്ടത്തിന് വേണ്ടി മാത്രമല്ല, ആ നിത്യതയിലെത്താൻ വേണ്ടിയാണ് ഈ വചനം പഠിക്കുന്നതും ആത്മാവിൽ നിറയുന്നതും. അതാണ് അതിന്റെ പരമമായ ലക്ഷ്യം. ഇനി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, ഈ താഴ്വരയിൽ കർത്താവിനെ ഇടയനായി അംഗീകരിച്ച, നല്ല ഇടയനായി അംഗീകരിച്ച ഈ ആട് ദൈവവചനമാകുന്ന പുൽപ്പുറങ്ങളിൽ വചനമെല്ലാം ഭക്ഷിച്ച് സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിൽ വന്ന് വെള്ളം കുടിച്ചും മുട്ടോളവും നരിയാണിയോളവും നീന്തുന്ന അനുഭവങ്ങളിലെല്ലാം കടന്നുപോയ ഈ ആട് 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആടിന് പ്രശ്നമാണ്. 3-ാം വാക്യം, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. പ്രാണനെ തണുപ്പിക്കണമെങ്കിൽ പ്രാണൻ ചൂടാകണം. യഹോവ ഇടയനായിട്ടും ദൈവത്തിൻ്റെ വചനം ഭക്ഷിച്ചിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടും ആടിൻ്റെ പ്രാണൻ ചൂടാകുന്ന ഏതോ പ്രതിസന്ധിയിൽ ചാടി. ക്രിസ്തു ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, ദൈവവചനം രാപ്പകൽ ധ്യാനിച്ചാൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് ആരും ധരിക്കരുത്. പ്രാണൻ ചൂടാകുന്ന പ്രശ്നമുണ്ടാകാം. ആ പ്രാണൻ ചൂടാകുമ്പോൾ തണുപ്പിക്കുന്നൊരു ഇടയൻ അടുത്തുണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മർമ്മം മനസ്സിലാക്കിയില്ലെങ്കിൽ ആത്മീയ ജീവിതം പതറിപ്പോകും, ലക്ഷ്യം തെറ്റിപ്പോകും. എന്താണ് പ്രാണൻ? എന്താണ് പ്രാണൻ ചൂടാകുക എന്ന് പറഞ്ഞാൽ? മനുഷ്യന് 3 ഘടകങ്ങളുള്ളതായിട്ടാണ് ബൈബിൾ പറയുന്നത്: ശരീരം, പ്രാണൻ, ആത്മാവ്. അല്ലെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ്. അപ്പം 2-ാമത്തെ ഭാഗമാണ് പ്രാണൻ അല്ലെങ്കിൽ ദേഹി. ദേഹി എവിടെയാണ്? പ്രാണൻ എവിടെയാണ്? പ്രാണൻ എവിടെയാണ്? ആരെങ്കിലും പറയാമോ പ്രാണൻ എവിടെയാണെന്ന്? ഹൃദയത്തിലാണ് പ്രാണൻ, രക്തത്തിലാണ് പ്രാണൻ, ഇല്ലേ? ബൈബിൾ പറയുന്നത് മാംസം, രക്തത്തോടു കൂടിയ മാംസം നിങ്ങൾ കഴിക്കരുത്, ഭക്ഷിക്കരുത്. കാരണം ദേഹത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ. അപ്പൊ നമ്മുടെ രക്തത്തിലാണ് പ്രാണൻ. രക്തം ഓടുകയാണ്. നമുക്കറിയാം, രക്തഓട്ടം ചെല്ലാത്തടത്ത് എന്തില്ല? ജീവനില്ല. ഡയബറ്റിക് പേഴ്സൺ ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ കാലിലേക്കൊക്കെ രക്തപ്രവാഹമില്ലാതെ വരുമ്പോൾ എന്തെങ്കിലും പഴുക്കുകയാണെങ്കിൽ ഡോക്ടർമാർ എന്താണ് ചെയ്യുന്നത്? മുറിച്ച് കളയാനായിട്ട് അവർ പറയും. എന്താ കാരണം? അവിടെ ജീവനില്ല, അവിടെ രക്തഓട്ടം ഇല്ല. അപ്പോൾ ഈ രക്തം പോയെങ്കിൽ മാത്രമേ അവിടെ ജീവനുള്ളൂ. രക്തത്തിലാണ് ജീവൻ. അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജീവൻ ഒരിടത്ത് ഹാർട്ട് പോലെ ഇരിക്കുകയല്ല, കിഡ്നി പോലെ ഇരിക്കുകയല്ല, പാങ്ക്രിയാസ് പോലെ ഇരിക്കുകയല്ല. അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 നിലയ്ക്കാതെ, ആ ജീവൻ നിലയ്ക്കാതെ. ആ ജീവനിലാണ് മരണം സംഭവിക്കുമ്പോഴാണ് മരിച്ചു എന്ന് നമ്മൾ പറയുന്നത്. ആള് മരിച്ചു എന്ന് പറയുന്നത്. അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കൂളിംഗ് സിസ്റ്റമാണ് ഈ പ്രാണൻ. ചൂടായിക്കഴിഞ്ഞാൽ ആകപ്പാട് പ്രശ്നമാകും. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും എല്ലാത്തിനും ഒരു തണുപ്പിക്കാനുള്ള ഒരു ഫാൻ സിസ്റ്റം കാണും. അത് ചൂടായിക്കഴിഞ്ഞാൽ അത് മാൽ ഫങ്ഷനിലേക്ക് പോകും. ഇതുപോലെ നമ്മുടെ ഹാർട്ട്, നമ്മുടെ കിഡ്നി, നമ്മുടെ ലിവർ, നമ്മുടെ ലങ്സ്, നമ്മുടെ ഹോർമോണുകൾ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, അതിൻ്റെ ഫങ്ഷനൊക്കെ പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുകയും സുബോധത്തോടു കൂടിയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇതിലെവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും. ചില ആൾക്കാർ പറയുന്നില്ലേ, യോ അച്ഛൻ ഒരു കുഴപ്പമില്ലായിരുന്നു, ഈ അടുത്ത ദിവസമായിട്ട് ഭയങ്കര കോപമാണ്, ഭയങ്കര സഹിക്കാൻ മേല. ആ പാവത്തിൻ്റെ കുഴപ്പമല്ല. നിങ്ങളൊരു ഡോക്ടറുടെ അടുക്കൽ ചെന്നാൽ കാര്യം അയാൾ പറയും. ചിലപ്പോൾ നല്ല ഹൈ ബ്ലഡ് പ്രഷറിലായിരിക്കും ആ പാവം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് കോപം ഉണ്ടാകുന്നത്. കാരണം ഇത് ഓർഡർ ചെയ്യാൻ കഴിയുന്നില്ല. ശരീരത്തെ കോപാകുലമാക്കുകയാണ്, അത് മാൽ ഫങ്ഷനിലേക്ക് വരികയാണ്. അപ്പോൾ അത് ചൂടായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്.
ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ഹൈറേഞ്ചിലേക്കൊക്കെ ഞങ്ങൾ പോകുന്ന സമയങ്ങളിൽ ഈ പീരുമേടിൻ്റെയൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്ക് വെള്ളം അന്ന് ഈ കൂളൻ്റ് ഒന്നുമില്ല, വെള്ളം മാറ്റി അത് തണുപ്പിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ റേഡിയേറ്ററിൽ നിന്ന് വെള്ളം ചൂടായി പോവും, ചൂടായി കത്തും. അങ്ങനെയുള്ള അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഭയന്ന് പോയ സന്ദർഭങ്ങളുണ്ട്. വണ്ടി കയ്യിലിരുന്ന് വിറച്ചിട്ടുണ്ട്, റേഡിയേറ്ററിൽ വെള്ളം തിളച്ചിട്ട് ഒന്നും കാണാൻ മേലാത്ത അനുഭവം വന്നിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായിക്കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ആത്മഹത്യ ചെയ്ത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടില്ലേ? ഇല്ലേ? നല്ല ശാന്തരായ ആൾക്കാർ, സെലിബ്രിറ്റികൾ ആത്മഹത്യ ചെയ്ത് കണ്ടിട്ടില്ലേ? ചിലർ കൊലപാതകരായിട്ടില്ലേ? നിങ്ങൾ ഈ പല കൊലപാതകരെ നോക്കുക, അവരെല്ലാം പലരും പാപങ്ങളാണ്. എളുപ്പം എന്തോ ഒരു കോപം വന്ന് സംഭവിച്ചതാണ്, അവരൊന്നും ആഗ്രഹിച്ചതല്ല. ബോൺ ക്രിമിനൽസ് ചിലപ്പോൾ കാണുമായിരിക്കാം, പക്ഷേ 90% ആൾക്കാരും എന്തോ സംഭവിച്ചതാണ്. ആ ചൂടായ സമയത്ത് ആരെങ്കിലും ഒന്ന് തണുപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ അതൊന്നും സംഭവിക്കുകയില്ലായിരുന്നു. അപ്പോൾ പ്രാണൻ ചൂടായാൽ രക്തം ചൂടാകും. എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്നു കൊണ്ടും ചിലർ ചൂടായിട്ട് നിങ്ങൾ ചിലർക്ക് ചൂടായിട്ടുണ്ട്. അവരുടെ യൂറിൻ ടെസ്റ്റ് ചെയ്താൽ പോലും ചൂടാകുന്ന അനുഭവം ഉണ്ടാകും. പ്രാണൻ ചൂടാകുകയാണ്, അത് ഉള്ളിൽ കിടന്ന് കത്തുകയാണ്, ആരോടും പറയാനായി കഴിയുന്നില്ല. അത് നമ്മുടെ ഹോർമോണുകളെയും നമ്മുടെ അവയവങ്ങളെയും ഒക്കെ ബാധിക്കും. അത് ചിലരെ കോപാകുലരാക്കും, ചിലരെ മാനസിക രോഗികളാക്കും, ചിലരെ കൊലപാതകന്മാരാക്കും, ചിലർ ബ്ലഡ് വെസൽസുകൾ പൊട്ടി, ചിലർ തളർന്നു പോകും. പലതും വരും, പലതും ഉണ്ടാകും. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഞാനും നിങ്ങളും ഇന്നും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിൻ്റെ കാരണം പ്രാണൻ ചൂടാകാതിരുന്നിട്ടൊന്നുമല്ല. പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും കർത്താവേ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ദൈവത്തോട് പോലും നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രാണൻ ചൂടായപ്പോൾ നമ്മൾ കൊലപാതകരാകാതിരുന്നതും ആത്മഹത്യ ചെയ്യാതിരുന്നതും മാനസിക രോഗികളാകാതിരുന്നതും നമ്മുടെ ബ്ലഡ് വെസൽസുകൾ പൊട്ടിപ്പോകാതിരുന്നതിൻ്റെ രഹസ്യം ആ ചൂടായപ്പോഴെല്ലാം ഈ ഇടയൻ തണുപ്പിക്കാനുണ്ടായിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ യേശുവിനെ ഇടയനായി സ്വീകരിക്കണം. പണമുള്ളത് കൊണ്ട്, ജോലിയുള്ളത് കൊണ്ട്, ആരോഗ്യമുള്ളത് കൊണ്ട്, സൗന്ദര്യമുള്ളത് കൊണ്ട്, സ്വാധീനമുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രാണൻ തടുക്കുകയില്ല. എന്നാൽ യേശു ഉണ്ടെങ്കിൽ നിന്റെ പ്രാണൻ ചൂടാകുമ്പോൾ ഒരുപക്ഷെ മകൻ അവിടെ ഉണ്ടാകുകയില്ല, മകൾ അവിടെ ഉണ്ടാകുകയില്ല, ഭാര്യ അവിടെ ഉണ്ടാകുകയില്ല, ആരും അവിടെ ഉണ്ടാകുകയില്ല. ആ ഒരൊറ്റ ചൂടിനാൽ നിന്റെ ബ്രെയിൻ തകരാം, ബ്ലഡ് വെസൽസുകൾ പൊട്ടാം, നീ മരിക്കാം. എന്നാൽ ഇടയൻ അവിടെ ഉണ്ടാകും. അത് നിനക്ക് പ്രശ്നമാകാതെ അവൻ തണുപ്പിക്കും. ഈ രാത്രിയിൽ ആ ഇടയൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും ആരാധിച്ചു കൊണ്ടിരുന്നാട്ടെ. ആരോടും പറയുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, ആരോടും ഷെയർ ചെയ്യുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടും തന്നെ പിറുപിറുത്തുകൊണ്ടും ഇങ്ങനെ ഹൃദയത്തിൽ വേദന കൊണ്ട് നടക്കുന്ന നിന്റെ അടുക്കിലേക്ക് ഇടയൻ വരികയാണ്. തണുപ്പിക്കുന്ന ഇടയൻ, പ്രാണനെ തണുപ്പിക്കുന്ന ഇടയൻ, പ്രാണനെ തണുപ്പിക്കുന്ന ഇടയൻ, പ്രാണനെ തണുപ്പിക്കുന്ന ഇടയൻ. ഹല്ലേലൂയ. ദാവീദിന്റെ ചിലക്കൊക്കെ ചെറിയ പ്രശ്നം മതി പ്രാണൻ ചൂടാൻ. ദാവീദിന്റെ പ്രശ്നം നിങ്ങൾ നോക്കി. സ്വന്തം അമ്മായിയപ്പൻ മരുമകനെ കൊല്ലാൻ നോക്കുന്നു. സ്വന്തം ഭാര്യ ഭർത്താവിന്റെ ആരാധനയെ കളിയാക്കുന്നു. സ്വന്തം മകൻ അബ്നോൻ തൻ്റെ സ്വന്തം മകൾ സഹോദരിയെ ബലാത്സംഗം ചെയ്യുന്നു. അതിൻ്റെ പേരിൽ സ്വന്തം മകൻ അബ്ശാലോം അബ്നോനെ കൊല്ലുന്നു. അബ്ശാലോം ഈ അപ്പനെ ഓടിക്കുന്നു. ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ ഈ ഭൂമി കാണുമോ? അന്നേരം പുള്ളി സങ്കീർത്തനം എഴുതുക. സ്തോത്രം. അന്നേരം പുള്ളി സങ്കീർത്തനം എഴുതുക. അതെങ്ങനെ സാധിച്ചു? ഈ പ്രാണനെ തണുപ്പിക്കുന്ന ഇടയൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട്. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതത്തിന്റെ മനോഹാരിത പ്രശ്നമുണ്ടാകുകയില്ല എന്നല്ല, പ്രാണൻ ചൂടാകുന്ന പ്രശ്നമുണ്ടാകുകയില്ലെന്നല്ല, ഏത് ചൂടിനെയും തണുപ്പിക്കുന്ന ഒരിടയൻ കൈവിടാതെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. ഈ താഴ്വരയിൽ ചിലർ പിന്മാറും. ഇവിടെ നിന്നാൽ നിനക്ക് ആലയത്തിലേക്ക് പോകാം. രണ്ടാമത്തെ താഴ്വര 4-ാം വാക്യം.
കൂരിൽ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുക. അപ്പൊ ഈ ആടിനെ പുല്ലും വെള്ളമെല്ലാം കൊടുത്തിട്ട് ഇടയൻ ഈ പ്രാണൻ ചൂടാകുന്നൊരു പ്രശ്നത്തിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് പ്രാണനെ തണുപ്പിച്ചിട്ട് പിന്നെ എടുത്തിടുന്നത് കൂരിലിൻ പാതയിലേക്കാണ്. നിങ്ങൾ മനോജ് സാറിനോടൊക്കെ ഒന്ന് ചോദിക്കണം, ഇന്നത്തെ അദ്ദേഹത്തിനുള്ള ബഹുമാനമല്ല ട്രെയിനിങ്ങിൻ്റെ കാലങ്ങളിലുള്ളത്. ആ സമയം ആരും കണ്ടിട്ടില്ല, ആ സമയം ആരും അറിഞ്ഞിട്ടുമില്ല. കഠിനമായ ട്രെയിനിങ്ങിലൂടെ കടന്നുപോയി ജയിച്ചു കഴിയുമ്പോഴാണ് അവരൊക്കെ ഉയർന്ന നിലയിലേക്ക് വരുന്നത്. ഇത് ട്രെയിനിങ്ങിൻ്റെ ടൈമാണ്. പ്രാണൻ ചൂടാകുമ്പോൾ നീ എങ്ങനെ നിൽക്കുമെന്ന് പരിശോധിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാണൻ ചൂടാകുന്ന പ്രശ്നത്തിന് മുൻപിൽ നിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കുമെന്ന് പരിശോധിക്കുകയാണ് ഇടയൻ. നിൽക്കുമോ? തള്ളിപ്പറയുമോ? പിന്മാറുമോ? അത് ജയിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ട്രെയിനിങ് ആണ്, കൂരിൽ താഴ്വരയാണ്. എൻ്റെ കർത്താവേ, നീ ഈ പ്രശ്നമൊന്നും തീർന്നില്ലല്ലോ, അതിനു മുമ്പ് എന്നെ ഇവിടെ ഇട്ടോ. ഇവിടെ ഈ കൂരിൽ താഴ്വര എന്ന് പറഞ്ഞാൽ വെറും താഴ്വരയല്ല. നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കും, ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ദ ഡെത്ത്. ഇത് മരണത്തിൻ്റെ താഴ്വരയാ, വെറും താഴ്വരയല്ല, മരണത്തിൻ്റെ താഴ്വര. മുഖാമുഖമായി മരണത്തെ കാണുന്ന താഴ്വര. സ്തോത്രം. പക്ഷെ അവിടെയും ഞാൻ ഭയപ്പെടുകയില്ല, അവിടെയും ഞാൻ ഭയപ്പെടുകയില്ല, അവിടെയും ഞാൻ ഭയപ്പെടുകയില്ല. ചന്ദ്രക്ക് മേശക്ക് അബേദ്രഗോമിനെ പോലെ ഭയപ്പെടുകയില്ല, ദാനിയേലിനെ പോലെ ഭയപ്പെടുകയില്ല. കാരണം നീ എന്നോടുകൂടി ഉണ്ടല്ലോ. ആ ടെസ്റ്റിൽ പരാജയപ്പെടുക, അതൊരു വലിയ ടെസ്റ്റാണ്. ഞാൻ എറണാകുളത്തുനിന്ന് ഒരു യോഗം കഴിഞ്ഞ് രാവിലെയാണ് വീട്ടിലെത്തിയത്. എൻ്റെ കൂടെ ഒരു ജെയിംസ് പാസ്റ്റർ ഉണ്ട്. അദ്ദേഹം റിയാദിലെ ഒരു പാസ്റ്ററാണ്, വള്ളംകുളംകാരനാണ്. എൻ്റെ വൈഫ് വീട് കഥ തുറന്ന് ഞങ്ങളങ്ങോട്ട് കയറിയ ഉടനെ ഒരു ദൈവദാസൻ അവിടേക്ക് വരികയാണ്, ഏലിയാവിനെ പോലൊരു പ്രവാചകൻ. എനിക്ക് അയാളെ ഇന്നും ബഹുമാനമാണ്. അദ്ദേഹം വന്ന ഉടനെ ഞങ്ങൾ കയറിയതേ ഉള്ളൂ, അദ്ദേഹം കൂടെ വന്ന് കയറി. ഒരു 6 മണിയാക്കിയാണ് രാവിലെ. അദ്ദേഹം പറഞ്ഞു, ദൈവദാസനെ ദൈവം 2 പ്രാവശ്യം എന്നോട് പറഞ്ഞു, നിങ്ങളെ സുവിശേഷ വിരോധികൾ അടുത്ത 10 ദിവസത്തിനുള്ളിൽ കൊല്ലുമെന്ന്. നിങ്ങളെങ്ങനെയുള്ള പ്രവചനം കേട്ടിട്ടുണ്ടോ? അപ്പം ആ കാലങ്ങളിൽ ആർക്കും പ്രവചിക്കാൻ തോന്നാവുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. പ്രത്യേകിച്ച് എൻ്റെ ഈ പേരും എല്ലാം കൂടെ അങ്ങനെയുള്ള ഒത്തിരി യോഗം കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലാൻ കഴിയുമോ എന്നുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ ചിലരോടൊക്കെ സംസാരിക്കും. അപ്പോൾ അതിരൂപൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അപ്പോൾ ഓരോ യോഗം കഴിഞ്ഞും തിരിച്ചു പോകുന്ന വലിയ പ്രശ്നങ്ങളാണ്. ചെല്ലുമ്പോൾ തന്നെ പ്രശ്നമാണ്. ചിലരൊക്കെ വിളിച്ചു പറയും ഇപ്പോൾ വരരുത്, കാരണം ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വഴിയിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ ഈ അതിരൂപനോട് പറഞ്ഞു, എങ്ങനെയുണ്ട് സഹോദര, അടിയൊക്കെ കിട്ടുന്നുണ്ടോ എന്ന്. ഇപ്പോൾ ആപ്പാടെ നിൽക്കാൻ മേലാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററേ, ഈ ആശുപത്രിയിൽ ഈ ഓർത്തോ വാർഡിലൊന്ന് പോകണം, അത്യാവശ്യമായിട്ടൊന്ന് പോകണം. അവിടെ ഈ ബാത്റൂമിൽ വീണും സ്വന്തം വീട്ടിൽ വീണും നടുവൊടിഞ്ഞും കാലൊടിഞ്ഞും കിടക്കുന്നവരുണ്ട്, പാവങ്ങൾ. കർത്താവിന് വേണ്ടി ഒരു അടി മേടിച്ച് കിടക്കുന്നതല്ലേ അതിനേക്കാൾ നല്ലതെന്ന്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഞങ്ങളുടെ കമ്പനി, പാസ്റ്റർ എംബോലൂസിനെ പോലുള്ളവർ. അപ്പോൾ എംബോലൂസ് സാറിനെ ഞാൻ വിളിക്കും രാമേശ്വരത്ത്. അപ്പോൾ വിളിക്കും, മിക്കവാറും അടി കിട്ടും. ഞങ്ങൾ രാമേശ്വരത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു 3 മണിയായപ്പം വിളിച്ചു, സാറേ, പോലീസ് സാറേ എന്നാ കൊണ്ട് വിശേഷം? ഒന്നുമില്ല പോളെ, ട്രാക്ടർ കൊടുത്തുകൊണ്ടിരിക്കുക, വല്ല വിശേഷം വല്ലതും ഉണ്ടോ? പോളെ ഇതുവരെ ഒന്നും കിട്ടിയില്ല. എന്നിട്ട് അദ്ദേഹം പറയാം, ഇനിയും സമയമുണ്ടല്ലോ എന്ന്. ഈ ടൈപ്പ് ആൾക്കാരെ ഒന്നും ആർക്കൊന്നും ചെയ്യാനൊക്കെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ പ്രവചനം കേട്ടു. പ്രവചനം കേട്ടപ്പോൾ ഞാൻ ഒറ്റ കാര്യമോ, അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അങ്ങ് പ്രയാസമായി.
ഈ ജെയിംസിനും അങ്ങ് പ്രയാസമായി. അവരങ്ങ് സ്തംഭിച്ച് നിൽക്കുക. ഞാൻ ചോദിച്ചു, ദേവദാസനെ, എനിക്കെതിരായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ ശിക്ഷയാണോ ഇത്? ശിക്ഷയാണോ, അല്ലെങ്കിൽ എൻ്റെ പാപത്തിനെതിരായിട്ട് ദൈവം ന്യായം വിധിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ എനിക്ക് മരിക്കണ്ട. ഞാൻ ഇപ്പോഴിവിടെ വീഴുകയാണ് ഉപവാസത്തോടെ, എനിക്ക് അങ്ങനെ മരിക്കണ്ട. എൻ്റെ കുറവുകൾ ഞാൻ ഏറ്റു പറയാം. അതാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനല്ലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതൊരു സന്തോഷമല്ലേ. ഞാൻ അഹങ്കാരത്തോട് പറയുകയല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ ദൂത് ഞാൻ അവിശ്വസിച്ചുമില്ല. എൻ്റെ പ്രാർത്ഥന കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തില്ല. എനിക്ക് അല്പം പോലും ഭയവും ഉണ്ടായില്ല. കാരണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് ഈ പല സന്ദർഭത്തിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ എൻ്റെ പ്രസംഗവും ആയിട്ട് എൻ്റെ ജീവിതം യോജിക്കുന്നുണ്ടോ എന്ന്. അതൊക്കെ ഈ ചില കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, മരണത്തിന് ഭയമെന്ന് പറഞ്ഞാൽ മരണം വന്നല്ലേ ഒക്കത്തുള്ളൂ, ഇല്ലേ? അപ്പോൾ എനിക്ക് കോവിഡ് ന്യൂമോണിയയും കൂടെ വന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ കോവിഡിൻ്റെ കാര്യമല്ല ഞാൻ പറയാം. അതൊക്കെ ഇങ്ങനെ അങ്ങ് ക്ഷീണിച്ച് ഈ മിശ്രമിൽ കണ്ട രണ്ടാമത്തെ ഫറവോൻ കണ്ട സ്വപ്നം പോലെ ക്ഷീണിച്ച് വന്ന ആദ്യത്തെ ഒറിജിനൽ സാധനം ആണ് ഞങ്ങളെയൊക്കെ പിടിച്ചത്. അപ്പം ഈ ന്യൂമോണിയയും കൂടെ കയറി. ന്യൂമോണിയ ആദ്യം വന്നെന്നാണ് ഡോക്ടർമാർ പറയും. അപ്പം എന്നെ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതിനെ ഞാൻ നന്ദി പറയുകയാണ്. അതങ്ങ് വളരെ അങ്ങ് കൂടി. അപ്പോൾ എൻ്റെ പ്രായം, അതുപോലെ തന്നെ എൻ്റെ മസിൽ പവർ എല്ലാം പോയി. ഓക്സിജൻ തന്നിട്ടിരിക്കുകയാണ്. ലങ്സിലൊക്കെ ഇങ്ങനെ ഈ ചക്കരക്ക് പോലെ ആയെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും അവർക്ക് എടുക്കാനൊക്കെ അല്ല, എടുത്താൽ ലങ്സ് പറഞ്ഞു പോകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു. എന്നെ പ്രായം കൊണ്ട് അച്ഛനെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അച്ഛൻ പോയെന്ന് പറഞ്ഞു വീട്ടുകാരോട്. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസികളെല്ലാം പ്രാർത്ഥിക്കുകയും ഹോസ്പിറ്റലിന് പുറത്ത് രാത്രിയിലൊക്കെ വണ്ടിയിലും ഒക്കെ ഉണ്ട്. അപ്പം വിശ്വാസം എൻ്റെ ഡോക്ടറെ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. അവരുടെ എത്തിക്സാണത്. അത് പറയണം, അല്ലെ അവർക്ക് വല്ലയിടത്തും കൊണ്ടുപോകട്ടെ എന്നൊക്കെ ഉദ്ദേശിച്ചായിരിക്കും. അവരെല്ലാം കണക്കൂട്ടാണ്. അപ്പം ഞാൻ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം ഞാൻ ഈ മരണത്തെ ഭയപ്പെടരുത് അങ്ങനെ പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പോഴെനിക്ക് എന്തുണ്ട് തോന്നുന്നുണ്ടെന്ന് ഞാൻ നോക്കി. ബോധം തെളിഞ്ഞു വരുമ്പോഴേ ഭയമുണ്ടോ, അല്ലെ ഞാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഭയമുണ്ടായില്ല, ഒട്ടും ഭയമുണ്ടായില്ല. രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചുമില്ല. ഒറ്റ കാര്യത്തിൽ നിരാശയുണ്ടായി. ഒരു കാര്യത്തിൽ അത് ഞാൻ ഒരു ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ആ കാലങ്ങളിൽ മരിച്ചു കഴിഞ്ഞാൽ സുഗതകുമാരി പോലെ കവിയാത്രിമാരൊക്കെ ഞങ്ങളുടെ ആ സ്ഥലത്ത് മരിച്ച സമയമാണ്. അപ്പോൾ അന്നേരം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് കെട്ടി അങ്ങ് കൊണ്ടുപോയിട്ട് പിന്നെ ചാരവേ തരത്തുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ വളരെ നാളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി. അന്ന് ഒത്തിരി ആൾക്കാർ വരണമെന്ന്, ഉപദേശിമാർ പ്രസംഗിക്കണമെന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. കാരണം അന്ന് 5 പൈസ മുടക്കാൻ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാം. ആൾക്കാരെല്ലാം ഇങ്ങ് വരും. ഇപ്പം ഇതുപോലൊരു യോഗം നടത്തി നിങ്ങൾ ഇത്രയും പേരെയല്ലേ, ഇതിൻ്റെയൊക്കെ ഭയങ്കര ആളായിരിക്കും അന്ന്. അവൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ അന്ന് മഴ പെയ്യരുതേ, ഇതാ എൻ്റെ ശവടക്കം നടക്കുമ്പോഴേ. കാരണം ആൾക്കാരും നനഞ്ഞെന്ന പ്രസംഗം ശരിയാവുകയില്ല. അതിൻ്റെ ടൈമൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ 12:30 ആകുമ്പോൾ അടക്കണം. അതിനിടയ്ക്ക് 10 ദേവദാസന്മാർ പ്രസംഗിക്കണം. എല്ലാവരും വന്ന് അതും ഇതും പറയാതെ യേശുവിൻ്റെ ജനനം മുതൽ ഇങ്ങനെ നേരത്തെ സമയം വിഷയം കൊടുത്ത് പ്രസംഗിക്കണം. ഇതൊക്കെ വെച്ച് നമ്മൾ ഇരിക്കുക. അന്നേരമാണ് ഈ പ്രശ്നം. ആ പണി നടക്കുകയില്ലല്ലോ എന്നൊരൊറ്റ നിരാശയുണ്ടായുള്ളൂ. പക്ഷേ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചതുകൊണ്ടും സമയമായതില്ലാത്തതുകൊണ്ടും ഞാൻ മരിച്ചില്ല. ദൈവം നമ്മുടെ വിശ്വാസം ശരിയാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യും. മരണത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന അവിടെ കർത്താവിനെ തള്ളിപ്പറയുമോ? അവിടെ പതറുമോ? നീ എന്നോട് ഇങ്ങനെ ചെയ്തുവെന്ന് പറയുമോ? പറയുമോ? ഞാനൊരു കാര്യം പറയാം. സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ ഈ താഴ്വരയും നീ ക്രോസ് ചെയ്തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവാണ് ഒരു ട്രെയിനിങ്ങിന് നിന്നെ ആ താഴ്വരയിൽ വിട്ടാൽ അവിടെ നിന്നെ കൊല്ലുവാൻ അനുവദിക്കുകയില്ല. നിന്റെ തലമുടി കൊഴിയണമെങ്കിൽ ശത്രുക്കളല്ല തീരുമാനിക്കുന്നത്, നിന്റെ കർത്താവാണ്. നീ ജീവിക്കണമോ മരിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ ശത്രുക്കളല്ല, നിന്റെ രക്ഷിതാവാണ്. അവന്റെ അനുവാദം കൂടാതെ നിന്നെ തൊടുവാൻ ആർക്കും കഴിയുകയില്ല. നിന്റെ ജീവൻ അവന്റെ ജീവഭണ്ഡാരത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്.
ഈ മരണത്തിന്റെ കുരിൽ താഴ്വരയിലും നീ സ്തോത്രം പറയണം. ആ രണ്ടാമത്തെ താഴ്വരയും ഈ ആട് ക്രോസ് ചെയ്തു. പക്ഷേ ഇടയൻ അടുത്ത് കൊണ്ടുവന്ന് മൂന്നാമത്തെ താഴ്വരയിലേക്ക് ഇട്ടു. 5-ാം വാക്യം, എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നു. ശത്രുക്കളുടെ മുൻപിലേക്ക് കൊണ്ടിട്ടു. നല്ല ശത്രുക്കൾ നമുക്കുണ്ടാകണം. നമ്മൾ ഉണ്ടാക്കരുത്, എന്നാലേ നമ്മൾ ശരിയാകൂ, എന്നാലേ നമ്മൾ പ്രാർത്ഥിക്കൂ, എന്നാലേ നമ്മൾ ഉപവസിക്കൂ എന്ന് നമ്മുടെ പൾസ് അറിയാവുന്ന നമ്മുടെ കർത്താവിന് നന്നായിട്ടറിയാം. അവിടെ നമ്മൾ എങ്ങനെ ആയിരിക്കുമെന്നാണ്. ഞാനൊരിക്കൽ ഒരു കടയിൽ ഈ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ കാണുന്നതന്നെ ഇഷ്ടമല്ലാത്തൊരു സുവിശേഷ വിരോധിയുണ്ട്. അയാൾ ഓരോ കാര്യം പറയുമ്പോൾ ഓരോ ചീത്തയാണ് പറയുന്നത്. അപ്പം ഞാനൊരു പാസ്റ്ററാണ്, ആൾക്കാർക്കും കാണുമ്പോൾ അപ്പോൾ ഇയാൾ എന്നെ പരിചയമുള്ളവരുടെ മുമ്പിൽ ചീത്തയാണ്, ഓരോ കാര്യങ്ങളിങ്ങനെ പറയുകയാണ്. അപ്പം എനിക്കൊരു രഹസ്യം അറിയാം, ഇയാൾക്കറിയാത്തൊരു രഹസ്യം എനിക്കറിയാം. ഈ ചീത്ത വർത്തമാനം ആരും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പഠിക്കുന്നതല്ല. അതുകൊണ്ട് അധികം ഒക്കാബലറി ഇവനില്ല. 2-3 മിനിറ്റ് കൊണ്ട് ഇവൻ്റെ സ്റ്റോക്ക് തീരും. പക്ഷെ എനിക്ക് 24 മണിക്കൂർ പറയാനും വചനമുണ്ട്. അതുകൊണ്ട് ഇവൻ തോക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ അയാൾ പറഞ്ഞു കുഴഞ്ഞു. പുള്ളി പഠിച്ചതും എല്ലാ ചീത്തയും പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇയാൾ പരാജയപ്പെട്ടിട്ട് എന്നോട് ചോദിച്ചു, എടോ തൻ്റെ തൊലി ഇത്ര രജിസ്റ്റർ ചെയ്താണെന്ന്. ഇന്നയാൾ എൻ്റെ സുഹൃത്താണ്. ശത്രുക്കളുടെ മുൻപിലാണ് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ഇടയൻ ശത്രുക്കളുടെ മുമ്പിൽ ഇടുന്നത്. ഞാൻ ഈ നെയ്യാറ്റിൻകര പൂവത്തൂരിൽ പ്രസംഗിക്കുന്ന സമയത്ത് സുവിശേഷ വിരോധികൾ ഒരു അക്യുഡേറ്റിൽ അവിടെ രാവിലെ കുളിക്കുകയാണ്. കുളിക്കുമ്പോഴത്തെ ഒരു ബാലകനേ ഉള്ളൂ, സിൽവാനോസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു മോൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 ഡയറക്ഷനിൽ നിന്ന് ആൾക്കാരിങ്ങനെ വരികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി പ്രശ്നമാണെന്നറിയാം. അപ്പോൾ എനിക്ക് ഹാർട്ട് ഇങ്ങനെ പടപടാന്ന് അടിക്കുക. നമ്മൾ മനുഷ്യരാണല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്റ്റേജിൽ നിന്ന് വലിയ വീരവാദം പറയുമെങ്കിലും നമ്മൾ പച്ച മനുഷ്യരാണെന്നുള്ളതാണ് ഒരു സത്യം. അപ്പം എൻ്റെ ഹാർട്ട് ഇങ്ങനെ, ഇപ്പം നമ്മൾ തലേ ദിവസം ഭയങ്കര ധീരതയുടെ പ്രസംഗമെല്ലാം നടത്തിയാണ് ഞാൻ അവിടെ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാണ്. അപ്പം എൻ്റെ ഹാർട്ട് ഇങ്ങനെ, ഇപ്പോൾ ആരുമില്ല അവിടെ, ഈ പയ്യൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഹാർട്ട് ഇങ്ങനെ പടപടാന്ന് അടിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഇത് പ്രശ്നത്തിനാണ് ഇവർ വരുന്നത്. ഈ അക്കുഡേറ്റിൻ്റെ ഇരുവശങ്ങളിൽ ഇവർ കയറി. ഞാൻ എളുപ്പം കുളിച്ച് ഉടുപ്പെല്ലാം ഇട്ട് ആ വഴിയെ പോകാതെ, എനിക്ക് ആ വഴിയെ പോകാനുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വേറെ ഇതിലൂടെയെങ്കിലും ഓടണം. അപ്പം ഞാനിങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ച് ഇങ്ങനെ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരാൾ ചാടി എൻ്റെ കോളറെ പിടിച്ചു. നീയാണോടാ ഇവിടെ പ്രസംഗിക്കാമെന്ന് പ്രസംഗിയാരെന്ന് പറഞ്ഞ ഒരു ഒറ്റ അടിയാണ്. അപ്പം ഒറ്റ അടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ സയൻസിന് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, എൻ്റെ ഹാർട്ട് അങ്ങ് നോർമലായി. ഹല്ലേലൂയ. 80-120 നിൽക്കുക. അവൻ ബൈബിളിലൊരു വാക്യമുണ്ട്, ഒരു ചവിട്ടത്തടിച്ചാൽ സ്നാനപ്പെടണമെന്നൊക്കെ ഉള്ള വാക്യം നമുക്ക് എപ്പോഴേലും ഒക്കെ ചെയ്യാം. ഈ കൽപ്പന അനുസരിക്കണമെങ്കിൽ ആരെങ്കിലും അടിക്കാൻ വരണ്ടേ? നമുക്ക് രാവിലെ എഴുന്നേറ്റ് പറയാൻ നോക്കുമോ, എന്നെ ഒന്ന് അടിച്ചാട്ടെ, ഞാൻ ചെവിട് ഇതുപോലെ നമുക്ക് പറയാൻ നോക്കുമോ? അപ്പോൾ എനിക്ക് ആ കൽപ്പന അനുസരിക്കാൻ കിട്ടിയൊരു ഭാഗ്യം. എളുപ്പം മറുചെവിട് കാണിച്ചു, അതും ഭാഗ്യമായി. അല്ലെങ്കിൽ അവരെൻ്റെ അസ്ഥി പോലും ഓടിച്ച് കളഞ്ഞാനും. ഇങ്ങനെ കാണിച്ചപ്പോഴത്തെ അവർക്കും ഒരു പ്രയാസമായി. എനിക്ക് അന്നേരം ഒരു ഭയങ്കര തൻ്റെ ഇടമൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഞാനിവിടെ സുവിശേഷം പ്രസംഗിക്കാൻ വന്നതാണ്, വേറൊന്നിനും വന്നതല്ല. നിങ്ങൾ കൊന്നാൽ എൻ്റെ രക്തം നിന്നോട് സുവിശേഷം പറയുന്നൊക്കെ പറഞ്ഞു. അവരങ്ങ് പോയി. അപ്പം ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ ഈ ബാലകൻ മുഖാന്തരം ആ കൊച്ചു ഗ്രാമത്തിൽ എല്ലാവരും അറിഞ്ഞു. പൂത്തൂർ ഷാരോൺ ഫെലോഷിപ്പിൻ്റെ കൺവെൻഷനായിരുന്നു അത്. എല്ലാവരും ആ ഗ്രാമത്തിലുള്ളവരെല്ലാം അറിഞ്ഞു. നാട്ടിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നാൽ ഒത്തിരി ആൾക്കാർ വന്നു. ചിലർ കരയുന്നു, ചിലർ കണ്ണ് നിറയുന്നു, ചിലർ കോപം കൊണ്ട് ഈ എന്നെ അടിച്ചവനെ അടിക്കാനായിട്ട് ഒരു സംഘം ചെറുപ്പക്കാർ കൂടിയിട്ട് എന്നോട് പറഞ്ഞു, ഉപദേശകരെ ഇന്ന് തന്നെ അവൻ്റെ അടി കൊടുക്കണം, അവൻ്റെ വീട് കത്തിക്കണം, കേസും കൊടുക്കണം.
ക്രിസ്ത്യാനികൾ എന്നോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം, സുവിശേഷത്തോടുള്ള സ്നേഹം. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഇതൊന്നും ബൈബിളിലുള്ള കാര്യമല്ലല്ലോ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ശത്രുവിനെ സ്നേഹിക്കണമെന്നും അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ലേ. ഞാൻ അവൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോവുക, നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അവരെന്നോട് പറഞ്ഞതെന്നറിയോ, ഉദ്ദേശിച്ചവരെ അതൊക്കെ ഈ ബൈബിളിലുള്ള ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ ക്രിസ്ത്യാനിയാണ്, ഇത് ഞങ്ങൾക്കറിയാം. പിന്നെ അതൊക്കെ ബൈബിളിലെ കാര്യം. ഇപ്പോഴും ഇവന്മാർക്കിട്ടൊരു അടി കൊടുത്തില്ലെങ്കിൽ നാളെ ഞങ്ങളുടെ ഉപദേശിമാരും അച്ഛന്മാരും ഈ വഴിയെ പോവും, അവരെടുത്തിട്ട് അടിക്കും. ഇപ്പോഴൊരു അടിയും കൊടുത്ത് ആ വീടും കത്തിച്ച് കേസും കൊടുത്താൽ, ഇവരെ തൊട്ടാൽ തിരിച്ചടി കിട്ടും. ഞാൻ പറഞ്ഞു, അങ്ങനൊരു ഫിലോസഫി വിട്ടിട്ടാണ് ഞാൻ വന്നത്. അതിനേക്കാൾ വലിയ പരിപാടിയിലുള്ള ഒരു സമൂഹത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ആരെയും അടിക്കുമൊന്നും വേണ്ട, വരാമോ, പ്രാർത്ഥിക്കാൻ വരാമെന്ന് ചോദിച്ചു. ഈ സിൽവാനോസ് തയ്യാറായി. ഞങ്ങൾ ആ വീട്ടിൽ പോയി. അവിടെ നിന്നൊരു പാട്ട് പാടി. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഓടിപ്പോയി. അയാളുടെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു, പിന്നെ അയൽവാസികളും. ഞാൻ അവിടെ നിന്ന് കർത്താവിന് വേണ്ടി ഒരു പാട്ടും പാടി ആ സഹോദരിയെ ഒന്ന് ആശ്വസിപ്പിച്ച് ഒരു പ്രാർത്ഥന നടത്തിയിട്ട് പോന്നു. ശത്രുക്കളുടെ താഴ്വരയിൽ നിന്നെ കർത്താവ് കൊണ്ടുവിടുന്നത് നീ ആരാണെന്ന് വെളിപ്പെടുന്നത് അപ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇവിടത്തുകാരനല്ല, നീ ആലയത്തിൽ പോകേണ്ടവനാണ്, പുതിയ യെരൂശലേമിൽ പോകേണ്ടവനാണ്, കർത്താവിനെ ആരാധിക്കേണ്ടവനാണ്, കർത്താവിന്റെ അടുക്കൽ പോകേണ്ടവനാണ്. ഇവിടെ നിന്ന് നീ സ്റ്റക്കാകരുത്. നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോകുക. ഇവിടുന്ന് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് അവിടെ എയർപോർട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡ് നിങ്ങളുടെ പാസ്പോർട്ട് ചോദിച്ചു, ടിക്കറ്റ് ചോദിച്ചു. താൻ ആരാടോ എന്ന് ചോദിക്കുമോ? ഞങ്ങൾ മലയാളികൾ ഞങ്ങളുടേതാണ് എന്ന് പറയുമോ? മര്യാദയ്ക്ക് കൊടുക്കുകയല്ലേ. അതെന്താ കൊടുക്കുന്ന? നമ്മുടെ ലക്ഷ്യം ഇംഗ്ലണ്ടാ. അവിടെ പ്രശ്നമുണ്ടായി അവിടെ കൊണ്ട് യാത്ര തീരും. അങ്ങോട്ട് അകത്തോട്ട് കയറിയപ്പോൾ അവിടെ ഒരു സഹോദരി ഇരിക്കുന്നു. നമ്മളാണെങ്കിൽ ആണുങ്ങളായ നമ്മൾക്കൊരു പ്രശ്നമുണ്ട്, പെണ്ണുങ്ങളെല്ലാം നമ്മളെ കാണുമ്പോൾ എഴുന്നേക്കണമെന്ന്. ഇവളവിടെ അനങ്ങാതിരുന്നിട്ട് പറയാ, ആ പെട്ടി എടുത്ത് അങ്ങോട്ട് വെക്കാൻ. ആരുടെ പെട്ടി? നമ്മുടെ പെട്ടി. നമ്മുടെ മോടെ പ്രായമില്ല, അവൾ എടുത്തു വെക്കേണ്ടതല്ലേ. ആരാ? ടിക്കറ്റ് കൗണ്ടറിലിരിക്കുന്ന സഹോദരി. നീ എടുത്തു വെക്കടി എന്ന് പറയുമോ? പറഞ്ഞാലോ പോക്ക് നടക്കുവോ? ഇഷ്ടമില്ലെങ്കിലും എടുത്ത് വെക്കുകയല്ലേ ഇല്ലേ? അവിടെ നമ്മൾ കാശൊക്കെ കൊടുത്ത് പ്ലെയിനകത്ത് കയറിയിരിക്കുമ്പോൾ വേറൊരു സഹോദരി വന്ന് പറയുക, നമ്മൾ നടുവൊക്കെ രാത്രി ഉറങ്ങാതിരുന്ന ഒന്ന് ചാരി ഇരുന്നപ്പോഴത്തേക്ക് സീറ്റ് നേരെയാക്കാൻ നീ പോടിയെന്ന് പറയുമോ? പിന്നെ പുള്ളിക്കാരിയുടെ ഒരു നോട്ടവും സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുക, നമ്മൾ ഇടുവോ? ഒരു പെണ്ണിനെ അനുസരിക്കാത്ത നമ്മളെ മിണ്ടാതെ ഇടുകയല്ലേ. എന്താ കാര്യം? പോക്ക് നടക്കുകയല്ല. വല്ലം മനസ്സിലായോ? ശത്രുവിനിട്ട് ഒരെണ്ണം കൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടൊന്നുമല്ല, പോക്ക് നടക്കുകയല്ല. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം ആലയമാണ്. മരണമില്ലാത്ത ആ യുഗത്തിലേക്ക്, നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന ആലയത്തിലേക്കുള്ള യാത്രയാണ്. അവിടെ പ്രാണൻ ചൂടാകുന്ന പ്രശ്നം വരാം, അവിടെ കൂരുകളുടെ താഴ്വര ഉണ്ടാകാം, അവിടെ ശത്രുക്കൾ ഉണ്ടാകാം. ഈ ട്രെയിനിങ് നമ്മൾ പാസ്സായാലേ അവിടെ ചെല്ലുകയുള്ളൂ. പിന്നെ ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുങ്ങും. നമുക്കൊരു വലിയ, എൻ്റെ നിങ്ങളുടെ മേശ ഒത്തിരി പോയിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ഒരു സ്വഭാവം ഈ ശത്രുക്കളുടെ മുൻപിലേ മേശ ഒരുക്കൂ. അതല്ലേ പറയാനുള്ളൂ.
ഇപ്പം നിങ്ങൾ ഓട്ടക്കളത്തിൽ ഓടി, ആരുമില്ലാത്തൊരു മുറിയിൽ നിങ്ങൾക്ക് ആരുമില്ലാതെ നിങ്ങൾക്ക് മാത്രം ഒരു ട്രോഫി തന്നാൽ എങ്ങനെ തോന്നും? എങ്ങനെ തോന്നും? ആരുമില്ല. തോറ്റവനും ജയിച്ചവരും എല്ലാം അവിടെ ഇരിക്കുമ്പം തരുമ്പോഴല്ലേ അതിൻ്റെ പ്രയോജനം. എന്നാൽ നമ്മളാകട്ടെ ഒരു ശത്രു എഴുന്നേറ്റാൽ അവനെ പൊടിച്ച് പറപ്പിച്ച് ഹിമാലയത്തിനപ്പുറേ നമ്മൾ കൊണ്ടെത്തിച്ചിട്ടേ നിൽക്കത്തുള്ളൂ. ആ കൂട്ടത്തിൽ നമ്മുടെ മേശയും പോയി. അവൻ കുറച്ചുകൂടെ നിന്നിരുന്നെങ്കിൽ നമ്മുടെ മേശ കുറെ കൂടെ വീതി കൂടിയേന്. ഹാമാൻ മരിക്കാൻ നീ പ്രാർത്ഥിക്കണ്ട, അവൻ ജീവിച്ചേ ഒക്കൂ. നിനക്ക് മേശ ഒരുക്കുന്നത് അവൻ കാണുന്നത് വരെ അവനൊരു പനി പോലും വരാതെ ജീവിക്കട്ടെ. അവനൊരു പനി പോലും വരാതെ ജീവിക്കട്ടെ. പക്ഷെ നിന്റെ കണ്ണടയുന്നതിന് മുൻപേ, അവന്റെ കണ്ണടയുന്നതിന് മുൻപേ അവന്റെ മുൻപിൽ നിനക്ക് വേണ്ടി ഒരു മേശ ഒരുക്കിയിട്ട് മാത്രമേ കർത്താവ് അടങ്ങിയുള്ളൂ. അവൻ ശത്രുക്കളുടെ മുൻപിൽ നിന്നെ അയച്ചെങ്കിൽ ഒരു മേശ നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. പക്ഷെ അവിടെ നീ വിജയിക്കണം. ഇത്രയും താഴ്വര കഴിഞ്ഞു. ഇനി അവിടെ ഒരു ചെറിയ താഴ്വരയും കൂടെ ഉള്ളൂ. അവിടെ തന്നെയാണ്. അതുകൂടെ കഴിഞ്ഞാൽ ആലയത്തിലെത്താം. അതെന്താണ്? 5-ാം വാക്യം. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇത് അഭിഷേകത്തിൻ്റെ താഴ്വരയാണ്. ഇത് അഭിഷേകത്തിൻ്റെ താഴ്വരയാണ്. നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമായിരിക്കുന്ന അഭിഷേകമാണ്. ഒരു അഭിഷേകമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ഒരു അഭിഷേകമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അതിൻ്റെ വില ഒരുപക്ഷെ നിങ്ങൾക്കറിയത്തില്ല. ദാനിയേലിന് ഒരു അഭിഷേകം ഉണ്ടായിരുന്നത് കൊണ്ട് കൊട്ടാരത്തിലും ഒരു ശുശ്രൂഷ വെളിപ്പെട്ടു. നമുക്കൊരു അഭിഷേകമാണ് വേണ്ടത്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ ഇടയൻ അഭിഷേകം ചെയ്യുന്ന കർത്താവാണ്. അഭിഷേകം ചെയ്യുന്ന കർത്താവാണ്. അവൻ അഭിഷേകരെ ആവശ്യമുണ്ട്. രാജാക്കന്മാരോട് പ്രവചിക്കുന്ന, ഭരണകർത്താക്കളോട് പ്രവചിക്കുന്ന, അവരെ അഭിഷേകം ചെയ്യുന്ന ഏലിയാവിനെ പോലുള്ള പ്രവാചകന്മാർ നമ്മുടെ മധ്യത്തിൽ എഴുന്നേൽക്കണം. അതിനുവേണ്ടി അഭിഷേകം ചെയ്യുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അതിൽ നിങ്ങളിൽ ചിലരായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയൊക്കെ ഞങ്ങളുടെ കാലങ്ങളായിരിക്കുകയില്ല, നിങ്ങളുടെ കാലങ്ങളാണ്. ഞങ്ങളെക്കാളധികം കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. കരമടിച്ചെന്ന് ദൈവത്തെ ആരാധിക്കുക. എനിക്ക് കഴിവില്ല എന്ന് നീ പറയണ്ട. എനിക്ക് പണമില്ല എന്ന് നീ പറയണ്ട. എനിക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറയണ്ട. എന്നെ കരം പിടിച്ചുയർത്താൻ ആരുമില്ല എന്ന് പറയണ്ട. നിനക്കൊരു അഭിഷേകമുണ്ടെങ്കിൽ നീ എത്രമാത്രം ഉയരുമെന്നും നീ എത്രമാത്രം അനുഗ്രഹിക്കപ്പെടുമെന്നും ഏതെല്ലാം വാതിലുകൾ തുറക്കപ്പെടുമെന്നും ലോകത്തിലെ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനസ്സിലും തോന്നിയിട്ടില്ല. ഒരു അഭിഷേകമാണ് നിനക്ക് ആവശ്യം. ആ അഭിഷേകത്തെക്കാൾ വിലയുള്ളതൊന്നുമില്ല. അത് ആറ്റം ബോംബിനേക്കാൾ പവറുള്ളതാണ്. അത് ന്യൂക്ലിയർ വെപ്പൺസിന് ചെയ്യുവാൻ കഴിയുന്നതാണ്. മാരകായുധങ്ങൾക്ക് നശിപ്പിക്കാനേ കഴിയുള്ളൂ. ഈ അഭിഷേകത്തിന് സാത്താന്റെ കോട്ടകളെ തകർത്ത് അവന്റെ തീയമ്പുകളെ തടഞ്ഞ് പകൽ പറക്കുന്ന അസ്ത്രവും രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരവും വ്യക്തികളെയും കുടുംബങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതിനെ തടയാൻ വിദ്യാഭ്യാസത്തിന് കഴിയാതിരിക്കുമ്പോൾ, അതിനെ തടയാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാതിരിക്കുമ്പോൾ, അതിനെ തടയുവാൻ ഗവൺമെന്റിന് കഴിയാതിരിക്കുമ്പോൾ, അതിനെ തടയുവാൻ ശാസ്ത്രത്തിന് കഴിയാതിരിക്കുമ്പോൾ ഒരഭിഷേകത്തിന് കഴിയും. ഒരഭിഷേകത്തിന് കഴിയും. അഭിഷേകത്താൽ കഴിയും. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കണം: നിന്റെ അഭിഷേകം എനിക്കുണ്ടാകണം. നിന്റെ അഭിഷേകം. ഒരു അന്യഭാഷയിൽ തൃപ്തിപ്പെടരുത്. അഭിഷേകത്തിന് ഒത്തിരി തലങ്ങളുണ്ട്, ഒത്തിരി അവസ്ഥകളുണ്ട്, ഒത്തിരി നിലകളുണ്ട്. അത് പടിപടിയായി ഉയർന്നുകൊണ്ടിരിപ്പാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പക്ഷെ ഈ അഭിഷേകത്തിന്
ഒരു ലിറ്ററലായിട്ടുള്ളൊരു അർത്ഥമുണ്ട്. അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഈ ആട്ടിടയന്മാർ ആടുകളുമായി പോകുമ്പോൾ അതിന് ഈ പുല്ലും വെള്ളമൊക്കെ ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഈ ആടിന് ഈ കൊമ്പ് കിളുക്കുന്ന സമയം വരും. കൊമ്പ് അപ്പോൾ ആ കൊമ്പ് കിളുക്കുന്ന സമയം വരുമ്പോഴത്തേക്ക്, അതുപോലെ ഈ പല്ല് കൊമ്പ് ഇതിനൊക്കെ ഒരു പ്രത്യേക, അന്നേരം അതിന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇടിക്കുകയോ ഒന്ന് ഉരയ്ക്കുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ അതിങ്ങനെ അടുത്ത കയ്യാലേലോ മരത്തേലോ ഒക്കെ ഇങ്ങനെ ഇടിക്കും. ശകലം കൂടെ കൊമ്പ് നീണ്ടു വരുമ്പോൾ ഇവൻ അടുത്തുള്ള ആടിനെ ഇടിക്കും. അങ്ങനെ ചില ആടുകൾക്ക് ഇടിയും ചില ആടുകൾ ഇടി കൊള്ളാനും. ഇതിലെ ദുഃഖകരമായ കാര്യം ഒരു ഇടയൻ്റെതാണ് രണ്ടും. അങ്ങനെ വരുമ്പോഴേ ചില ആടങ്ങ് ഭയങ്കരം ഇടിയുള്ള ആടാണ്. ആ ഇടിച്ച് തലയൊക്കെ അങ്ങ് പൊട്ടിച്ച് കളയും. തലയൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ, തലയെന്ന് പറഞ്ഞാൽ ചോരയൊക്കെ ഇങ്ങനെ വരും. അപ്പോഴ് ഈ ഇടയന് ഓടിച്ചെല്ലും. അപ്പോൾ ഇടയൻ്റെ കയ്യിലൊരു സഞ്ചിയുണ്ട്. ആ സഞ്ചിക്കകത്തൊരു സൈസ് എണ്ണയുണ്ട്. ഈ പണ്ടത്തെ ഈ സെപ്റ്റിക് ഉണ്ട്, ഈ ഈച്ചയും മുറിവൊക്കെ കരിയാനൊക്കെ ഉള്ള ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എണ്ണയാണ് അത് ഇടയൻ്റെ സഞ്ചിക്കകത്തുള്ള. അപ്പോൾ ഈ ഇടയൻ ഈ ആടിനെ തൻ്റെ മടിയിലോട്ട് കിടത്തിയിട്ട് ഈ പുല്ലും ഈ ചോരയും ഈ മണ്ണും എല്ലാം മാറ്റി വെച്ചിട്ട് ഈ സഞ്ചിയിലെ എണ്ണ അങ്ങോട്ട് ഒഴിക്കും. ഭയങ്കര ഒരു കുളിർമയാണ് അതങ്ങോട്ട്. അപ്പം പിന്നെ ഈച്ചയൊന്നും വരികയില്ല, പഴുക്കൊന്നുമില്ല. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഈ എണ്ണ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇവൻ ഈ ഇടേൻ്റെ മടി കിടക്കുക. ഈ ആട് ഇടികൊള്ളുന്ന ആടിൻ്റെ ഒരു ഭാഗ്യം നോക്കിയേ, മടി കിടക്കുക. ഇടികൊള്ളുന്ന ആടിന് ആ ഭാഗ്യം കിട്ടുന്ന, ഇടികൊള്ളുന്ന ആടിന് അഭിഷേകം കിട്ടുന്നത്. ദൈവം ഉപയോഗിച്ച് എല്ലാവരെയും നിങ്ങൾ പഠിച്ചു നോക്കുക. ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരെ പഠിച്ചു നോക്കുക. മറ്റാർക്കുമില്ലാത്ത വേദനകളും പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടാണ്, അതെല്ലാം ഹൃദയത്തിൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് അവർ പ്രസംഗിക്കുന്നത്, അവർ പാടുന്നത്, അവർ ആരാധിക്കുന്നത്. അവിടെ ഇടിച്ച ആടുണ്ടല്ലോ, അവൻ അകലെ നിന്ന് നോക്കും. അവനൊരു അസൂയൊക്കെ വരും. ഞാൻ ഇത്ര ഇടിച്ചിട്ടും അവൻ ഇടയൻ്റെ മടി കിടക്കുകയാണല്ലോ, നീ വാടാ ഞാൻ അടുത്ത് കാണിക്കാമെന്നും പറഞ്ഞ് അവൻ അപ്പുറം നിപ്പുണ്ട്. ആരെ? ഇടിച്ച പുള്ളി. അവനെയും ആവശ്യം വരും, മട്ടൻ്റെ ആവശ്യം വരുമ്പോൾ അവനെ പിടിച്ചുകൊണ്ട് പോകും. ഇതായി ഈ അഭിഷേകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ താഴ്വര കഴിഞ്ഞാൽ പിന്നെ ആലയവാ. ഇവിടെയാണ് മിക്കവാറും എല്ലാം തെറ്റിപ്പോകുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്വീകരിച്ച് വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് പുതിയ യെരൂശലേമിന് വേണ്ടി ഓടി പ്രാണൻ ചൂടാകുന്ന പ്രശ്നം വന്നപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച്, ശത്രുക്കളൊക്കെ വന്നപ്പോൾ വേറെ നിസ്സാരമായിട്ട് അതിനെ അതിജീവിച്ച് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങോട്ട് വരുമ്പോഴേ ഈ ആടുകൾ തമ്മിൽ ഇടിക്കുന്ന കണ്ടപ്പോൾ ഇവിടെ വരണ്ട എന്നൊരു തോന്നൽ. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ എന്നോട് തന്നെ ഒരാൾ പറഞ്ഞൊരു കഥ ഞാൻ പറയാം. അയാൾ ആദ്യം ഒരു സഭായോഗത്തിന് ചെല്ലുകയാണ്. അവിടെ പ്രാർത്ഥനയും പാട്ടും ആരാധനയും എല്ലാം ഉണ്ടായിരുന്നു. അവസാനം പതിവ് പോലെ അടിയും ഉണ്ടായിരുന്നു. അപ്പം ഈ അടി നടക്കുന്ന കമ്മിറ്റിയുമായിട്ട് എന്തോ പ്രശ്നം. അടി നടന്ന സമയത്ത് ഇയാൾ എളുപ്പം പുറത്ത് ചാടി. അത് ഈ രാജ്യത്തിലല്ല, അവിടെ 2 മണിക്കൂർ വീതം ഓരോ ആരാധന നടക്കുക. അടുത്ത സെക്ഷൻ വരുമ്പോൾ അടുത്ത സഭക്കാർ വിദേശ രാജ്യത്താണ്. അപ്പോൾ അടുത്ത സഭക്കാർ അവിടെ വരും. അപ്പോൾ ഇയാൾ ഇറങ്ങി ഓടിയപ്പോൾ കാണുന്ന രംഗം, ഒരു സ്ത്രീ പുറത്ത് നിന്ന് ചെരുപ്പ് കൊണ്ട് വേർത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുള്ളി മനസ്സിലായത് ഇവിടെ പെണ്ണാടും ഇടിക്കുന്നതാണെന്ന്. പക്ഷേ ആ ചെറുപ്പക്കാരൻ ഈ കൃപയിലുണ്ട് ഇപ്പോഴും. കാരണം അയാൾക്ക് ഈ അഭിഷേകം കിട്ടി. തെളിച്ചു പറയാം, ആത്മീക ലോകത്തിലെ അനാത്മീകത കാണുമ്പോൾ ഇനി പ്രാർത്ഥിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, സഭ വേണ്ട, ഇനി ശുശ്രൂഷ വേണ്ട എന്ന് പറഞ്ഞ് പോകാൻ തോന്നുന്ന ഒരു താഴ്വരയാണിത്. ആടുള്ളിടത്തെല്ലാം ഇടിയുണ്ടായിരിക്കും. ഇടിയില്ലാത്തൊരു താഴ്വരയിലൂടെ പോകാൻ വേറെ കുറുക്ക് വഴിയൊന്നുമില്ല. ഇത് ഫൈനൽ ടെസ്റ്റാണ്. ഇവിടെ പിടിച്ചു നിന്നാൽ നീ അക്കരെ കിടക്കും. ബൈബിൾ പറയുന്നത്
അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, അത് നോക്കിയിരുന്ന് നീ നിരാശപ്പെടരുത്. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വഴക്കുണ്ടാക്കുന്നവൻ വഴക്കുണ്ടാക്കട്ടെ, പ്രാർത്ഥിക്കുന്നവൻ ഇനിയും പ്രാർത്ഥിക്കട്ടെ, ഉപവസിക്കുന്നവൻ ഇനിയും ഉപവസിക്കട്ടെ, ആരാധിക്കുന്നവൻ ഇനിയും ആരാധിക്കട്ടെ, സുവിശേഷം പറയുന്നവൻ ഇനിയും പ്രവർത്തിക്കട്ടെ. ഇവിടെ പരിശോധിക്കുന്നത് മറ്റുള്ളവരുടെ കാര്യം നോക്കിയാണോ ഇവന്റെ ആത്മീയത എന്നാണ്. ഇനി ഏറ്റവും വലിയ വേദനാജനകമായ ഒരു കാര്യം എന്നാണെന്നറിയോ? ഇടിക്കുന്ന അച്ചായനെ നോക്കി ആരെയും ഇടിക്കാത്ത പാവപ്പെട്ട ഒരാട് ഈ താഴ്വരയിൽ നിന്ന് പോയാൽ കൃപയിൽ നിന്ന് പോവുകയാണല്ലോ. കർത്താവ് വരുമ്പോൾ ആ പാവപ്പെട്ടവനും പോവുകയല്ലോ, ഇടിച്ച അച്ചായനും പോവുകയല്ലോ. ഇവർ രണ്ടുപേരും ഒന്നിച്ച് നരകത്തിൽ കിടക്കണമെന്നുള്ളതാണ് ദുഃഖം. മനസ്സിലായില്ല? അന്നേരം ഈ പാവപ്പെട്ട മനുഷ്യൻ പറയും, ഇടോ തൻ്റെ വഴക്ക് മുഖാന്തരമാ ഞാൻ സഭ വിട്ടത്, ഇപ്പോൾ തൻ്റെ കൂടെ കിടക്കേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ എന്ന് പറയും. വല്ല മനസ്സിലായോ? ഇല്ല. വഴക്കുണ്ടാക്കുന്നവനും പ്രശ്നമുണ്ടാക്കുന്നവനും ഒക്കെ കളകളെല്ലാം കാണും ഇവിടെ. അത് നോക്കാതെ, അവരെ നോക്കാതെ കർത്താവിനെ നോക്കി, അങ്ങനെയുള്ളവരിൽ നിന്ന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്റെ ഹൃദയം വേദനിച്ചെങ്കിൽ, മുറിവേറ്റെങ്കിൽ അതിന് പ്രതികാരം ചെയ്യാതെ നല്ല ഇടയിൽ നിന്നൊരു അഭിഷേകം പ്രാപിച്ച് ഈ കൃപയിൽ നിന്നാൽ ആലയത്തിലെത്താം. അല്ലെങ്കിൽ നമുക്കാണ് പോകുന്നത്. ആത്മീക ലോകത്തിൽ എന്തെല്ലാം അനാത്മീകത നടന്നാലും ഞാൻ ഈ കർത്താവിനെ വിടുകയില്ല, ഈ ബൈബിൾ താഴെ വെക്കുകയില്ല, സുവിശേഷം നിർത്തുകയില്ല, ആരാധന കുറയ്ക്കുകയില്ല, പ്രാർത്ഥന കുറയ്ക്കുകയല്ല. കാരണം എനിക്ക് വേണ്ടി ജീവൻ നൽകിയത് യേശുവാണ്, എന്നെ വിളിച്ചത് യേശുവാണ്, എന്നെ രക്ഷിച്ചത് യേശുവാണ്, എനിക്ക് വചനം തന്നത് യേശുവാണ്, എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിൽ കൊണ്ടുപോയത് യേശുവാണ്, എന്റെ പ്രാണനെ തണുപ്പിച്ചത് യേശുവാണ്, കൂരിൽ താഴ്വരയിൽ എന്നെ വിടുവിച്ചത് യേശുവാണ്, ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് മേശ ഒരുക്കിയത് യേശുവാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന കാരണത്താൽ ഞാൻ യേശുവിനെ വിടുകയില്ല, ദൈവസഭ വിടുകയില്ല, ആരാധന വിടുകയില്ല. ഈ സാത്താന്റെ തന്ത്രം നിങ്ങൾ അറിയണം. എനിക്ക് ആത്മീക ലോകത്തിലെ അനാത്മീകരെ കാണുമ്പോൾ അതിശയമല്ല. ഇതെന്റെ കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാ. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ വന്നത്. ഇങ്ങനൊരു താഴ്വരയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ്. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ 6-ാം വാക്യം, സങ്കീർത്തനം 23:6, നന്മയും കരുണയും ആയുഷ്കാലം മുഴുവൻ പിന്തുടരും. സ്തോത്രം. ഈ 4 താഴ്വരയിൽ യേശുവിനെ തള്ളിപ്പറയാതെ, പ്രാണൻ ചൂടാകുന്ന പ്രശ്നം വരുമ്പോഴും, കൂരിലിന്റെ താഴ്വര വരുമ്പോഴും, കൊല്ലുമെന്നും തല്ലുമെന്നും പറയുന്നവരുടെ അടുത്ത് നിൽക്കുമ്പോൾ, ശത്രുക്കളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ആത്മീക ലോകത്തിൽ നിന്നെ അഭിനന്ദിക്കാതെ നിന്നെ വേദനിപ്പിച്ച് അധർമ്മങ്ങളും അനീതികളും ചെയ്യുന്നവരെ കാണുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചാൽ ആർക്കുമില്ലാത്ത നന്മയും കരുണയും നിന്റെ പുറകെ വരും. ഒന്നിന്റെയും പുറകെ നീ പോകേണ്ടി വരികയില്ല, അത് നിന്റെ പുറകെ വരും. നീ മരിച്ചാൽ നിന്റെ തലമുറയ്ക്കത് വരും. അടുത്ത തലമുറ എന്ന് പറയത്തക്ക നിലയിൽ ആ നന്മയും കരുണയും വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അതൊരു പക്ഷേ പാട്ടിലൂടെ ആയിരിക്കാം, അതൊരു പക്ഷേ പ്രസംഗത്തിലൂടെ ആയിരിക്കാം, മറ്റേതെങ്കിലും ചരിത്രത്തിലൂടെ ആയിരിക്കാം. നീ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും ആ നന്മയും കരുണയും വെളിപ്പെട്ടുകൊണ്ടിരിക്കും. മാത്രമല്ല, യഹോവയുടെ ആലയത്തിൽ ആ പുതിയ യെരൂശലേമിലെത്തും. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ടാകാതിരിക്കാൻ, ഇന്ന് കേട്ട വചനം നിങ്ങളോടായിരുന്നോ? പരമാർത്ഥമായി ദൈവാത്മാവ് ഇടപെട്ടുവോ? എങ്കിൽ കരം ഉയർത്തണ്ട. ഈ വചനപ്രകാരം ഒന്ന് സമർപ്പിക്കാൻ
പ്രാണൻ ചൂടാകുന്ന പ്രശ്നം വന്നാലും, മരണം നേരെ മുഖാമുഖമായി കണ്ടാലും, ഏതെല്ലാം ശത്രുക്കൾ എന്തെല്ലാം എനിക്കെതിരായി ചെയ്താലും, ആരെല്ലാം എന്തെല്ലാം വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയാലും, എനിക്ക് ജീവൻ നൽകിയ, എന്നെ രക്ഷിച്ച, എൻ്റെ ഇടയനായ, എനിക്ക് പച്ച പുല്ല് നൽകിയ, സ്വസ്ഥതയുള്ള വെള്ളം നൽകിയ, എൻ്റെ പ്രാണനെ തണുപ്പിച്ച, എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച, എനിക്ക് മേശ ഒരുക്കിയ ഇടയനെ ഞാൻ കൈവിടുകയില്ല, തള്ളിപ്പറയുകയില്ല, എൻ്റെ പ്രാർത്ഥന കുറയ്ക്കുകയില്ല, ആരാധന കുറയ്ക്കുകയില്ല, ഉപവാസം കുറയ്ക്കുകയില്ല, ദൈവവേല കുറയ്ക്കുകയില്ല. ഓരോന്ന് വരുമ്പോൾ എൻ്റെ കർത്താവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും. എൻ്റെ ലക്ഷ്യം ആലയമാണ്, ഇതൊന്നുമല്ല. എൻ്റെ കർത്താവിൻ്റെ പാദപീഠമാണ്, ആ നിത്യതയാണ്. അവിടെ എനിക്ക് പോകണം. ആ ഒരു അഭിഷേകം എനിക്ക് വേണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ രണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോട്ടെ. ഉയർത്തിയ കരങ്ങളുമായിട്ടൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ചു നിന്നാട്ടെ. എല്ലാവരും കർത്താവേ, എന്തു വന്നാലും നിന്നെ തള്ളിപ്പറയാതെ ആ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരെ എന്നെ കാക്കണമേ എന്ന് ഉറച്ചു പ്രാർത്ഥിച്ചാട്ടെ. ഉറക്കെ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പാതാളത്തിന്റെ ആടുകളായിരുന്നു ഞങ്ങൾ. കശാപ്പുകാരനായ പിശാച് ഞങ്ങളെ കൊലക്കളത്തിലേക്ക്, അറവശാലയിലേക്ക് കൊണ്ടുപോയതാണ്. എന്നാൽ ആ സിംഹത്തിന്റെ വായിൽ നിന്നെന്ന പോലെ അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങൾക്ക് അങ്ങയുടെ വചനം നൽകി, ഞങ്ങൾക്ക് അവിടുത്തെ ആത്മാവിനെ നൽകി, ഞങ്ങളുടെ പ്രാണനെ തണുപ്പിച്ച്, മരണത്തിന്റെ താഴ്വരയിൽ ഞങ്ങളെ വിടുവിച്ച്, ഞങ്ങളെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ച ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങൾക്ക് മേശയൊരുക്കി, അനാത്മീകരുടെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സ് മരവിച്ച് ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പുതുബലവും പുതിയ അഭിഷേകവും നൽകി ഞങ്ങളെ നിർത്തിയ കർത്താവേ, ഞങ്ങളുടെ പരമമായ ലക്ഷ്യം ആ പുതിയ യെരൂശലേമായിരിക്കാൻ, ദൈവം ശില്പിയായി പണിത ആ നഗരമായിരിക്കാൻ, പിതാക്കന്മാരെ പോലെ അതായിരിക്കാൻ ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കാൻ, ഇടയ്ക്ക് ഞങ്ങൾ സ്ട്രക്കാകാതിരിപ്പാൻ, ഞങ്ങൾ ഡീവിയേറ്റ് ചെയ്യപ്പെടാതിരിപ്പാൻ, ഞങ്ങൾ പുറകോട്ട് പോകാതിരിപ്പാൻ, ആലയത്തിലെത്തുന്നത് വരെ വീഴാതെ വണ്ണം കളങ്കമില്ലാതെ തന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോട് നിർത്തുവാൻ കഴിവുള്ള നല്ല ഇടയനെ നിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഭരമേൽപ്പിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ അക്കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കാം. പ്രാണനെ തണുപ്പിക്കുന്ന കർത്താവിന്റെ കരം ഇവിടെ ചലിക്കട്ടെ. എല്ലാവരും ആരാധിച്ചു കൊണ്ടിരിക്കാം. പ്രാണൻ തണുക്കട്ടെ. മരണത്തിന്റെ കൂരിൽ താഴ്വരയിലായിരിക്കുന്ന, ഇനി അധികം നാളില്ലെന്ന് മനസ്സ് പറയുന്ന, സാത്താൻ പറയുന്ന, മെഡിക്കൽ സയൻസ് പറയുന്ന അവസ്ഥയിൽ നിന്ന് ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ടു വരട്ടെ. മുടിച്ചു കളയാൻ, ഇല്ലാതാക്കാൻ, പറപ്പിച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ പരിശ്രമിക്കുന്ന ശത്രുവിന്റെ കൺമുൻപിൽ തന്നെ ദൈവപ്രവർത്തനം വെളിപ്പെട്ടു വരട്ടെ. അത് മേശയായി വെളിപ്പെട്ടു വരട്ടെ. എല്ലാവരും കാണത്തക്ക നിലയിൽ അത് വെളിപ്പെട്ടു വരട്ടെ. ആത്മീക ലോകത്തിലെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, നിന്ദകൾ, ചെയ്തികൾ കണ്ട് മുറിവേറ്റ ഹൃദയങ്ങളിലേക്ക് ആ അഭിഷേകത്തിന്റെ എണ്ണ ഇപ്പോൾ ഒഴുകി വരട്ടെ. പിടിച്ചു നിൽക്കാൻ, മുന്നേറാൻ ആ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ.